الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين أما بعد إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي هجر. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. سئل رسول الله صلى الله عليه وسلم ما هذه الأضاحي يا رسول الله؟ قال سنة أبيكم إبراهيم. قالوا فما لنا فيها يا رسول الله؟ قال رسول الله صلى الله عليه وسلم لكل شعرة منها حسنة. صدق رسول الله صلى الله عليه وسلم. ഉളുഹിയ്യത്ത് ദുൽഹജ്ജ് ആദ്യ 10 ആചരിക്കേണ്ട കാര്യങ്ങൾ, അതിന്റെ മഹത്വങ്ങൾ തുടങ്ങിയ ദുൽഹജ്ജിലെ പ്രത്യേകപ്പെട്ട ദിവസങ്ങളും അതിൽ ചെയ്യേണ്ട കാര്യങ്ങളുമാണ് ഇന്ന് കുറഞ്ഞ സമയം പറയാൻ ഉദ്ദേശിക്കുന്നത്. ഉളുഹിയ്യത്ത് സംബന്ധമായ വിശദമായ ഒരു ക്ലാസ് അല്ല ഉദ്ദേശിക്കുന്നത്. കാരണം അത് വേട്ടയും അറവും എന്ന ഒരു വിഷയം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. എപ്പോഴെങ്കിലും സന്ദർഭം ലഭിക്കുമ്പോൾ അത് പറയും. അതിലാണ് അറവിന്റെ ശരിയായ വിശദീകരണങ്ങളും മറ്റുമൊക്കെ വരിക. അപ്പൊ അക്കൂട്ടത്തിൽ കൂടുതൽ വിശദമായത് വരും. എങ്കിലും ഉളുഹിയ്യത്ത് സംബന്ധമായ ചുരുക്കം ചില കാര്യങ്ങൾ ഇന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ വളരെയേറെ പ്രശംസിച്ച് പുകഴ്ത്തി പറഞ്ഞ ദിവസങ്ങളിലൂടെ, ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വൽ ഫജ്ർ വലയാലിൻ അശ്ർ, സൂറത്തുൽ ഫജ്ർ എന്ന പേരിൽ തന്നെ ഖുർആനിൽ ഒരു സൂറത്ത് അവതരിപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്നു വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫ്ഇ വൽ വത്ർ. വളരെയേറെ വ്യാഖ്യാനങ്ങൾ ഈ ആയത്തുകൾക്കുണ്ട്. വ്യത്യസ്തങ്ങളായ തഫ്സീറുകൾ അതിന് മഹാന്മാരായ ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ഇപ്പോൾ നാം ചർച്ച ചെയ്യുന്ന വിഷയവുമായി ബന്ധപ്പെട്ട തഫ്സീർ മാത്രമാണ് ഇപ്പോൾ ഉദ്ധരിക്കുന്നത്. എന്നുവെച്ച് ആ ആയത്തിന് അങ്ങനെ ഒരു അർത്ഥമേ ഉള്ളൂ എന്നാരും മനസ്സിലാക്കുകയും വേണ്ട. അതിനാണ് പറഞ്ഞത് വിവിധ തഫ്സീറുകൾ അതിനുണ്ട്. വൽ ഫജ്ർ, പ്രഭാത സമയം തന്നെ സത്യം, അല്ലെങ്കിൽ പ്രഭാതത്തിന്റെ റബ്ബാവുന്ന അള്ളാഹുവാണ് സത്യം. അങ്ങനെയാണ് മഹാനായ ഇമാം റാസി റളിയല്ലാഹു തആല ഉൾപ്പെടെയുള്ള ഒരു ഭാഗം മുഫസ്സിറുകൾ പറയുന്നത്. ഇപ്പറയുന്നതൊന്നും ആ വസ്തുവിനല്ല, ആ വസ്തുവിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് അതിന്റെ റബ്ബ്, ഫജ്റിന്റെ റബ്ബ് ആണ് സത്യം. വലയാലിൻ അശ്ർ, 10 രാവുകളും സത്യം എന്ന്. ഈ 10 രാവുകൾ എന്നതിനെപ്പറ്റി പ്രധാനമായി 3 അഭിപ്രായങ്ങളാണ്. 3ഉം അവഗണിക്കാൻ പറ്റുന്നതല്ല. ഏറ്റവും പ്രമുഖമായ ഒരഭിപ്രായം ലയാലിൻ അശ്ർ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള രാവുകളാണ്. ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്നതും ഹജ്ജിന്റെ മനാസിക്കുമായി ബന്ധപ്പെട്ടതുമായ ഏറ്റവും പ്രാധാന്യമുള്ള ദിനരാത്രങ്ങളാണ് ഈ 10 എന്നതുകൊണ്ട് അല്ലാഹു തആല ഏറെ ആദരിച്ച് ബഹുമാനിച്ച ദിനരാത്രങ്ങളിൽ പെട്ടതാണ് ദുൽഹജ്ജയുടെ ആദ്യ 10. മറ്റൊരു തഫ്സീർ പ്രകാരം ലയാലിൻ അശ്ർ എന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തഫ്സീറിനെ പറഞ്ഞു. അതേ ഇബ്നു അബ്ബാസിന്റെ മറ്റൊരു തഫ്സീർ പ്രകാരം കാണാം മുഹറം ആദ്യ 10 ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൽ ഫജ്ർ എന്ന് പറഞ്ഞാൽ കൊല്ലത്തിന്റെ ഫജ്ർ എന്ന നിലക്ക് ദുൽഹജ്ജ്
മാസം തന്നെ മൊത്തം മാസത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രഭാതം എന്ന് പറയാവുന്ന ആദ്യ മാസമാണല്ലോ. ആ മുഹറമിന്റെ പിറവിയും മുഹറമിലെ ആശൂറാ കൊണ്ട് അവസാനിക്കുന്ന 10 ദിനരാത്രങ്ങളുടെ മഹത്വവും. അപ്പോ 2 അഭിപ്രായമായി. ഇനി മൂന്നാമതൊരു അഭിപ്രായം, വലയാലിൻ അശർ എന്നതുകൊണ്ട് വിശുദ്ധ റമദാൻ മാസത്തിലെ അവസാനത്തെ 10 രാവുകളാണ് ഉദ്ദേശിക്കുന്നത്. 3 മഹാന്മാരായ മുഫസ്സിറുകൾ വ്യാഖ്യാനിക്കുമ്പോൾ ഈ 3 കൊല്ലത്തിൽ അള്ളാഹു ഏറെ ബഹുമാനവും ആദരവും നൽകിയ ദിനരാത്രങ്ങൾ എന്ന് ചുരുക്കം. റമദാനിന്റെ അവസാന 10, ദുൽഹജ്ജിന്റെ ആദ്യ 10, മുഹറമിലെ ആദ്യ 10. ഈ 3 10കളാണ് ലോകത്തെ മൊത്തം ഏറ്റവും ബഹുമാനമറിയിക്കുന്ന. എന്ന് പറഞ്ഞാൽ എന്താ? അതുമാണല്ലോ മനസ്സിലാക്കുക. ദിവസം, സ്ഥലം, ഇതിനൊക്കെ ബഹുമാനമുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ വെച്ച്, അതിൽ വെച്ച് ചെയ്യുന്ന ഇബാദത്തുകൾക്ക്, പുണ്യകർമ്മങ്ങൾക്ക് അള്ളാഹു കൂടുതൽ പ്രതിഫലം നൽകും, അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കാൻ കൂടുതൽ യോഗ്യമാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ ദിവസം എന്ന് പറഞ്ഞ ഒന്നിനല്ലേ. അവസാന പരിശോധനയിൽ ദിവസം എന്ന് പറഞ്ഞൊന്നും ഇല്ലാന്നും കാണും. ആപേക്ഷിക ദിവസങ്ങൾ എന്നൊക്കെ പറഞ്ഞ കേവലം ആപേക്ഷികങ്ങളാ. അപ്പൊ ചില ദിവസങ്ങൾക്ക്, ചില സമയങ്ങൾക്ക് പ്രാധാന്യമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ ഷരീഫിലൂടെയോ തിരുസുന്നത്തിലൂടെയോ പഠിപ്പിക്കപ്പെട്ടാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അങ്ങനെയുള്ള സമയങ്ങളിലും ദിവസങ്ങളിലും ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾക്ക് കൂടുതൽ മറ്റു ദിവസങ്ങളെക്കാൾ മഹത്തായ പ്രതിഫലം ലഭിക്കും എന്നാണ് അപ്പറഞ്ഞതിന്റെ അർത്ഥം. ആ നിലക്ക് റമദാൻ അവസാന 10 ഇബാദത്തിന് സമാനമാണ് ദുൽഹജ്ജ് ആദ്യ 10 ഇബാദത്ത് എന്ന കാര്യത്തിൽ എന്തായാലും തർക്കമില്ല. പിന്നുള്ള തർക്കം കൂടുതൽ മഹത്വം ഏതിനാണ് എന്നതിൽ മാത്രമാണ്. ഇത് സ്വന്തം അഭിപ്രായങ്ങളല്ല, പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളല്ല. മഹാനായ ഹബീബ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മാമിൻ അയ്യാമിൻ ഫീഹിന്നൽ അമലു അഹബ്ബു ഇലല്ലാഹി അസ്സ വജല്ല അഫ്ളലു മിൻ അയ്യാമിൽ അശ്ർ. ഖീല യാ റസൂലല്ലാഹ് വൽ ജിഹാദു ഫീ സബീലില്ലാഹ്. قال ولا الجهاد في سبيل الله إلا رجل جاهد في سبيل الله بماله ونفسه فلم يرجع من ذلك بالشيء. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ, ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്, പിന്നെ സഹിയാണോ എന്ന് സംശയിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാ മിൻ അയ്യാമിൻ, ഒരൊറ്റ ദിവസങ്ങളും തന്നെ ഇല്ല, ഫീഹിന്നൽ അമലു, ആ ദിവസങ്ങളിൽ അമൽ ചെയ്യൽ, അഹബ്ബു ഇലല്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിങ്കൽ ഏറ്റവും പ്രിയങ്കരമായതും, അഫ്ളലു മിൻ അയ്യാമിൽ അശ്ർ, ദുൽഹജ്ജിന്റെ ആദ്യ 10 ചെയ്യുന്ന അമലുകളെക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മഹബ്ബത്തുള്ളതായി മറ്റൊരൊറ്റ ദിവസവും തന്നെ ലോകത്തിൽ ഇല്ല. ഏതമലും ഈ ദുൽഹജ്ജിൽ 10 ദിവസങ്ങളിലായി ഒരു മുഅ്മിനായ മനുഷ്യൻ രാപ്പകലുകളിലായി ചെയ്യുന്ന അമലുകൾ ലോകത്തൊരു മനുഷ്യൻ മറ്റു ദിനരാത്രങ്ങളിൽ ചെയ്യുന്ന ഏത് അമലിനും ഇതിനോട് സമാനമാവില്ല. അത്രയും അല്ലാഹുവിന്റെ അടുക്കൽ മഹബ്ബത്തുള്ളതാണ്, പ്രതിഫലം അർഹിക്കുന്നതാണ് എന്ന് ചുരുക്കം. ഖീല യാ റസൂലല്ലാഹ് വൽ ജിഹാദു ഫീ സബീലില്ലാഹ്. ദുൽഹജ്ജ് ആദ്യ 10 ചെയ്യുന്ന ഇബാദത്തുകൾ മറ്റൊന്നും അത്രയും അള്ളാഹുവിന്റെ അടുക്കൽ പ്രിയങ്കരങ്ങളില്ല എന്ന് പറയുമ്പോൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ആയുധമെടുത്തുകൊണ്ട് ശത്രുവിനോട് പടപൊരുതുക എന്ന് പറയുന്ന ഏറെ മഹത്വമേറിയ പുണ്യകർമ്മം, അതും ഇതിനേക്കാൾ മഹത്വം വരില്ലേ? അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യലല്ലേ ഇതിനേക്കാളും ഗുണകരം എന്ന് ചോദിച്ചപ്പോൾ കാല തിരുനബി തങ്ങൾ പറയുന്നു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ശത്രുവിനോട് പടപൊരുതാൻ പോകുന്നത് പോലും ഈ ദുൽഹജ്ജിന്റെ ആദ്യ 10 ചെയ്യുന്ന അമലുകൾക്ക് സമാനമാവുകയില്ല. പക്ഷേ ഒന്നൊഴികെ, ഇല്ലാ റജുലുൻ, ഒരു മനുഷ്യൻ മാത്രം അതിന്നൊഴിവാണ്. എന്താണ്? ജാഹദ ഫീ സബീലില്ലാഹ് ബിമാലിഹി വനഫ്സിഹി. ഒരു മനുഷ്യൻ
അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് വേണ്ടി സ്വന്തം ശരീരം പുറപ്പെടുകയും താൻ അധ്വാനിച്ചുണ്ടാക്കിയ തന്റെ ധനം മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ ഫലം യർജി മിൻ ദാലിക ബിശൈ, തന്റെ സമ്പത്ത് മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിന് ചെലവഴിക്കുകയും തന്റെ ശരീരം അള്ളാഹുവിന് സംഭാവന ചെയ്ത് രക്തസാക്ഷിത്വം വഹിക്കുകയും ചെയ്താൽ മാത്രം ഇതിന് സമാനം. അല്ലാത്ത ഒരമലും ഈ 10 ദിനരാത്രങ്ങളിൽ ചെയ്യുന്ന അമലിന് സമാനമാവുകയില്ല എന്ന് ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസ്. അഞ്ഞിപ്പോ സഹിയാണോ നിങ്ങൾ ആരും സംശയിക്കുമടലോ. ഇത്രയേറെ പുണ്യം ലഭിക്കുന്ന ദിവസങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിലാണ് ഇപ്പോൾ നമ്മൾ എത്ര ആളക്കാര്യം ശ്രദ്ധിച്ചു. അസൗകര്യമുള്ളവരത് പോട്ടെ, സൗകര്യമുള്ളവർ ഈ സൗകര്യം ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? ഏത് ഹൈറായ അമലും, ഇന്ന അമലെന്നില്ല, അള്ളാഹുവിന്റെ ഒരിക്കൽ പ്രതിഫലം ലഭിക്കുന്ന ഹൈറായ ഏത് കാര്യവും ഈ ദിവസങ്ങളിൽ രാത്രിയാവട്ടെ പകലാകട്ടെ ചെയ്യുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിക്കുകയും തന്റെ സമ്പത്ത് മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കുകയും ചെയ്ത ഒരു മനുഷ്യന് ലഭിക്കുന്നതിന് സമാനമാണ് ഈ ലോകത്ത്. ഇത്രയും അതുകൊണ്ട് തന്നെയാണ് ഈ ദിവസങ്ങൾക്ക് തുല്യമായി മറ്റ് ദിവസങ്ങൾ ലോകത്ത് ഇല്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയാൻ കാരണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാത്രികളെ കൊണ്ട് സത്യം ചെയ്ത് ഖുർആനിൽ സംസാരിക്കുന്നത്. അള്ളാഹു സത്യം ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ പടപ്പാണെങ്കിലും മറ്റ് സൃഷ്ടികൾക്കില്ലാത്ത ബഹുമാനവും സ്ഥാനവും ഉള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പൊ അള്ളാഹു സത്യം ചെയ്യുന്നതിന് ഏത് വസ്തുക്കളെ വിളിച്ചോ അത്ര സത്യം ചെയ്യുമ്പോൾ അതിന്റെ ഗൗരവവും പ്രാധാന്യവും മഹത്വവും സൃഷ്ടികളെ ഉണർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അള്ളാഹു തആല സൃഷ്ടികളെ കൊണ്ട് സത്യം ചെയ്യുന്നത്. അപ്പൊ നാം ഏവരും ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമാണ് എന്ന്. ഇനി മറ്റൊരു ഹദീസിൽ ഇമാം ബൈഹഖി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, മാ മിൻ അയ്യാമിൻ അഫ്ളലു ഇൻദല്ലാഹി വലാ അഹബ്ബ ഇലൈഹിൽ അമലു ഫീഹിന്ന മിൻ അയ്യാമിൽ അശ്ർ. ദേ ആശയം തന്നെ ഏകദേശം. ദുനിയാവിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറെ മഹത്വമുള്ളതായും അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും പ്രതിഫലം അറിയിക്കുന്നതായും ഈ 10 ദിവസങ്ങൾക്ക് സമാനമായി മറ്റൊന്നും തന്നെയില്ല. അതുകൊണ്ട് ഫാക്സിറൂ ഫീഹിന്ന, ഈ ദിനരാത്രങ്ങളിൽ നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. മിനത്ത് തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റുകള്, സുബ്ഹാനല്ലാഹ് എന്ന തസ്ബീഹുകള്, അല്ലാഹു അക്ബർ എന്ന തക്ബീർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇന്നലെ ബഹുമാനപ്പെട്ട ഹബീബ് ഉമർ അല്ലാഹു തആല അദ്ദേഹത്തിന് ആഫിയത്തോടു കൂടിയ ദീർഘായുസ് നൽകുമാറാകട്ടെ, അദ്ദേഹം ഉണർത്തിയ കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യം അതാണ്. പ്രത്യേകം ഈ ദിക്ർ നിങ്ങൾ വർദ്ധിപ്പിക്കണം ഈ ദിനരാത്രികളിൽ. അത് ചിലർക്കൊന്നും മനസ്സിലായില്ല, കാരണം അറബി പറഞ്ഞത് സമയമില്ലായിരുന്നു. അപ്പോൾ തന്നെ സമയം തന്നെ കുറഞ്ഞ സമയം സംസാരിച്ചുള്ളൂ. പിന്നെ ആണെങ്കിൽ അത് പരിഭാഷപ്പെടുത്താനൊന്നും സമയമില്ല. അവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒന്ന് ഇടയ്ക്കൊരു ഇടവേള കിട്ടിയാലും ഇങ്ങോട്ട് വന്ന് പിന്നെ അങ്ങോട്ട് തന്നെ പോകാൻ നിൽക്കുക. അതുകൊണ്ടാണ് പിന്നെ അതിന് പരിഭാഷപ്പെടുത്താനൊന്നും നിൽക്കാതെ വിഷമിക്കേണ്ടെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ പറഞ്ഞത് കുറച്ച് സമയം കൊണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഈ രാവുകളുടെയും പകലുകളുടെയും ദുൽഹജ്ജ് ആദ്യത്തിന്റെ രാപ്പകലുകൾക്കുള്ള പ്രത്യേക ബഹുമാനവും അതിൽ ചെയ്യേണ്ട പ്രത്യേകമായ കാര്യങ്ങളും പറഞ്ഞത്. ഒന്ന് ഈ ഹദീസിന്റെ അടിസ്ഥാനം, ഈ ഹദീസൊന്നും ഉദ്ധരിക്കാതെ അങ്ങനെ പറഞ്ഞ സമയമില്ലാത്തതുകൊണ്ട് ഈ പറഞ്ഞ ഹദീസ് ഇമാം ബൈഹഖി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നിട്ട് ഉദ്ധരിക്കുന്ന ഹദീസിന്റെ അവസാന ഭാഗമാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന തസ്ബീഹ്, ദിക്ർ, തഹ്ലീലുകൾ ഈ രാപ്പകലുകളിൽ കഴിയുന്നത്ര വർദ്ധിപ്പിക്കണം എന്ന്. രണ്ടാമത്തത് പറഞ്ഞത് ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി പ്രത്യേകമായി തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് നേരം പുലരുന്നതുവരെ സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. ആ സംഭവത്തെപ്പറ്റി ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു തആല അൻഹു സുബ്ഹി നിസ്കരിക്കാൻ സമയമായി എന്നറിയിക്കാൻ വന്നപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ നിന്നിട്ട് തല ഉയർത്തുകയും മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ നബി തങ്ങൾ അങ്ങേയറ്റം കണ്ണീരൊഴുക്കി കരഞ്ഞതായിട്ട് കണ്ട നബിയെ, തങ്ങൾ എന്തിനാണ് കരയുന്നത്? തങ്ങൾക്ക് എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട മഹാനല്ലേ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് പ്രതിവചിച്ചത്, അതെ, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഇറക്കി തന്ന ഏതാനും ചില ആയത്തുകൾ, ഈ ആയത്ത് ഓതിയിട്ട് അതിനെപ്പറ്റി ചിന്തിക്കാതെ കടന്നു പോകുന്ന ആളുകൾക്കാണ് എല്ലാ നാശവും എന്ന് പറഞ്ഞുകൊണ്ട് ഓതിയ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب
عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا ربنا فاغفر لنا ذنوبنا وقنا عذاب النار ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. ഈ ആയത്തുകൾ വർദ്ധിപ്പിച്ചോതുകയും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ പറ്റി ചിന്തിക്കുകയും ചെയ്യണം എന്ന് രണ്ട് ഉപദേശമാണെന്ന് കാര്യമായി ഇന്നലെ പറഞ്ഞ ഉപദേശങ്ങളിൽ പെട്ടത്. അത് ഈ സന്ദർഭവുമായി ബന്ധപ്പെട്ട എന്ന് മാത്രമല്ല, ഈ ആയത്തുകൾ എന്നും നമ്മൾ ഉറക്കിൽ നിന്നിട്ട് ഉണർന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിവായി ആ കിടക്കുന്ന കിടപ്പിൽ തന്നെ ഉണർന്ന് എഴുന്നേറ്റ് ഇരുന്നു കൊണ്ട് ആ ഇരുന്ന ഇരിപ്പിൽ ഓതുമായിരുന്നു എന്ന്. അത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ഇങ്ങനെ അപ്പൊ ചുരുക്കത്തിൽ ദിക്റുകളെ കൊണ്ടും തസ്ബീഹ് തഹ്ലീലുകളെ കൊണ്ടും ഖുർആൻ പാരായണം കൊണ്ടും മറ്റും ഇബാദത്ത് വർദ്ധിപ്പിക്കേണ്ടതാണ് എന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ദേഹവും ധനവും സംഭാവന ചെയ്തുകൊണ്ട് ജിഹാദ് ചെയ്തതിന് സമാനമായ പ്രതിഫലം ലഭിക്കും എന്നാണ് ഈ ഹദീസ്. ഇനി ഇമാം ബൈഹഖി റിവായത്ത് ചെയ്യുന്ന മറ്റൊരു ഹദീസ് ഔസായിയിൽ നിന്നിട്ട്, ഔസായി ആവുമ്പം താബിയാണ്, സഹാബിയുടെ നിന്നിട്ട് ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാം ബലഗനി അന്നൽ ഫിൽ യൗമി മിൻ അയ്യാമിൽ അശ്രി. ഈ ദുൽഹജ്ജ് ലെ ആദ്യ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന സാലിഹ അമലുകൾ ഖദ്രി ഗസ്വത്തിൻ ഫീ സബീലില്ലാഹ് യുസാമു നഹാറുഹാ വയഹ്റസു ലൈലുഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി പുറപ്പെട്ട ഒരു വ്യക്തി രാത്രി മുഴുവനും ശത്രുക്കൾ കടന്നു കയറാൻ സാധ്യതയുള്ള സങ്കേതങ്ങളിൽ കാവലിരിക്കുകയും പകൽ സമയം മുഴുവനും നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്ത ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതിന് സമാനമായ പ്രതിഫലം ഈ ദിവസത്തിലുള്ള ഇബാദത്തുകൾക്ക് ലഭിക്കും. എത്രയാണ് ഇപ്പത് എന്ന് പറയാൻ കഴിയുമോ നമുക്ക്? റബാത്തു യൗമിൻ ഫീ സബീലില്ലാഹി, ഒരു മനുഷ്യൻ ഒരൊറ്റ രാത്രി അള്ളാഹുവിന്റെ മാർഗത്തിൽ ശത്രുക്കൾ പ്രവേശിക്കാൻ സാധ്യതയുള്ള അതിർത്തി സങ്കേതങ്ങളിൽ കാവൽ നിൽക്കുക എന്ന് പറഞ്ഞ ഒരൊറ്റ രാത്രി യുകഫിറു ദുനൂബ, അവന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ മുഴുവൻ ദോഷങ്ങളും പൊറുപ്പിക്കാൻ അത് മതി ഒരൊറ്റ രാത്രി. എന്നാൽ അങ്ങനെ രാത്രി മുഴുവനായി കാവലിരിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നോമ്പ് നോറ്റുകൊണ്ട് ജിഹാദ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ദിവസം പകൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത് നോമ്പ് നോറ്റുകൊണ്ട് ജിഹാദ് ചെയ്താൽ ആ മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല 1000 വർഷം സഞ്ചരിച്ചാൽ എത്തുന്ന അത്രയും അകലം നരകത്തിൽ നിന്നൊരു ദൂരത്താക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നരകത്തിൽ കടക്കൂലെന്ന് മാത്രമല്ല, 1000 കൊല്ലം സഞ്ചരിച്ചാൽ എത്താവുന്ന അത്രയും അകലത്തേക്ക് അവൻ നരകത്തിലേക്ക് അടുപ്പിക്കുക പോലുമില്ലാത്ത ഒരൊറ്റ പകലിൽ നോമ്പെടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ. ഈ സമാനമാണ് പകൽ സമയം നോമ്പെടുത്തുകൊണ്ട് ജിഹാദ് ചെയ്യുകയും രാത്രി കാവലിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതിന് സമാനമായ പ്രതിഫലം ഈ ദിനരാത്രങ്ങളിൽ അമൽ ചെയ്യുന്നതിന് ലഭിക്കും എന്ന് ബഹുമാനപ്പെട്ട സഹാബത്ത് മുഖേന എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട് എന്നാണ് ഇമാം ഔസാഇ റളിയല്ലാഹു തആല എന്ന് പറയുന്നത്. ഇല്ലാ യഖ്തസംറുഉം ബിശഹാദ, രക്തസാക്ഷിയായ ആളത് മാറ്റിവെച്ചാൽ ബാക്കിയൊക്കെ ഈ യുദ്ധത്തിന് പോയി ഇങ്ങനെ ജിഹാദ് ചെയ്തിട്ട് ഷഹീദായാൽ അവന് സ്ഥാനം വിട്ടുകൊടുക്കുക. അതൊഴിച്ച് ബാക്കി അള്ളാഹുവിന്റെ മാർഗത്തിൽ ദേഹവും ധനവും സംഭാവന ചെയ്ത് ഈ ജിഹാദ് ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കുന്നതിന് സമാനമാണ് എന്ന്. ഇത് എന്റെ വക പറയല്ല. ഹദ്ദസനി ബിഹാദൽ ഹദീസ് റജുലുൻ മിൻ ബനി മഖ്സൂം അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി മഖ്സൂം ഗോത്രത്തിൽപ്പെട്ട ഒരു സഹാബിയാണ് എന്നോട് പറഞ്ഞത്. സഹാബിന്റെ പേര് പറഞ്ഞിട്ടില്ല. സഹാബിന്റെ പേര് അറിഞ്ഞില്ല എന്നുള്ളതുകൊണ്ട് പ്രശ്നമില്ല. സഹാബിയിൽ നിന്ന് ഉദ്ധരിക്കുന്നത് ഇമാം ഔസാഇ റളിയല്ലാഹു തആല ആണ്. ഇനി 1-2 ഹദീസ് കൂടി പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കാം. ഇമാം ബൈഹഖി തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ആളെ പേര് പറഞ്ഞിട്ടില്ല. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ എല്ലാവരും യോഗ്യരാണ്, സഹാബിയാത്തുകളാണ്. അതുകൊണ്ട് അവരാര് പറഞ്ഞു എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്താ പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യസൂമു തിസ്അദിൽ ഹജ്ജ, ദുൽഹിജ്ജ മാസം 1 മുതൽ 9 വരെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്ത് നോമ്പെടുക്കാറുണ്ടായിരുന്നു. സുന്നത്താണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1 മുതൽ 9 വരെ നോമ്പെടുക്കാറുണ്ടായിരുന്നു. വയൗമ ആശൂറ, എല്ലാ വർഷവും ആശൂറ ദിവസവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുക്കാറുണ്ടായിരുന്നു. വസലാസ അയ്യാമിൻ മിൻ കുല്ലി ഷഹ്ർ,
എല്ലാ മാസത്തിലും 3 ദിവസം നോമ്പെടുക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ അപ്പൊ മാസത്തിലെ അയ്യാമുൽ ബീദിന്റെ നോമ്പ്, ദുൽഹജ്ജ് 9 ദിവസങ്ങളിലുള്ള നോമ്പ്, അതുപോലെ തന്നെ അശൂറ നോമ്പ് എന്നിങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട നോമ്പുകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്ന് ഇമാം ബൈഹഖി റിവായത്ത്. ഇനി ഇമാം ബൈഹഖി തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്, മാ മിൻ അയ്യാമിൻ മിൻ അയ്യാമി ദുനിയ, ഈ ദുനിയാവിൽ കഴിഞ്ഞു പോകുന്ന ദിവസങ്ങളിൽപ്പെട്ട ഒരൊറ്റ ദിവസവും തന്നെയില്ല, അൽ അമലു ഫീഹാ അഹബ്ബു ഇലല്ലാഹ്, ആ ദിവസങ്ങളിൽ അമൽ ചെയ്യൽ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും പ്രതിഫലം അർഹിക്കുന്നതായി, മിന്നതഅബ്ബദലഹു ഫീഹാ മിൻ അയ്യാമിൽ അശ്ർ, ദുൽഹജ്ജിന്റെ ആദ്യ 10 ദിവസങ്ങളിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ അമൽ ചെയ്യുന്നതിനേക്കാൾ പുണ്യമേറിയ മറ്റൊരു ദിവസവും തന്നെയില്ല. യാദിലു സിയാമു കുല്ലി യൗമിൻ മിൻഹാ, ദുൽഹജ്ജിന്റെ ആദ്യ 10 ഓരോ ദിവസത്തിലെ നോമ്പും സമാനമാകും ബിസിയാമി സന, മറ്റ് ദിവസങ്ങളിൽ ഒരു കൊല്ലം മുഴുവനായി നോമ്പ് നോൽക്കുന്നതിന് തുല്യമാണ്. ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യ 10 9 ദിവസങ്ങളിൽ ഒരു ദിവസത്തെ നോമ്പ് മറ്റ് ദിവസങ്ങളിൽ ഒരു കൊല്ലം പൂർണ്ണമായി നോമ്പ് നോറ്റതിന് സമാനമാണ്. വഖിയാമു കുല്ലി ലൈലത്തിൻ, ഈ 9 രാത്രികളല്ല 10 രാത്രികളിൽ തന്നെ, പകലാകുമ്പോൾ 9 പകലുകൾ, രാത്രിയാകുമ്പോൾ 10 രാത്രികൾ, ഈ രാത്രികളിൽ ചെയ്യുന്ന അമല് ബിഖിയാബി ലൈലത്തുൽ ഖദ്ർ, റമളാനിന്റെ അവസാനത്തെ 10 ഉണ്ടാകുന്ന ലൈലത്തുൽ ഖദ്റിലെ ആ ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് ഇബാദത്ത് ചെയ്യുന്നതിന് സമാനമാണ് ഈ പറയുന്ന 10 രാത്രികളിൽ ചെയ്യുന്ന ഇബാദത്തുകൾ. അങ്ങനെ പകലിന് നോമ്പിന് ഒരു കൊല്ലത്തെ സുന്നത്ത് നോമ്പിന്റെ പ്രതിഫലവും രാത്രി നിസ്കരിക്കുന്നതിന് ലൈലത്തുൽ ഖദ്റിലെ നിസ്കാരത്തിന് സമാനമായ പ്രതിഫലം ലഭിക്കുമെന്ന് ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നു. ഇനി മറ്റൊരു ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും ബൈഹഖി ഉദ്ധരിക്കുന്നു, അതോടെ പറഞ്ഞ അടക്കാൻ, മാ മിൻ അയ്യാമിൻ അഫ്ളു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറെ മഹത്വമുള്ളതായ ഒരൊറ്റ ദിവസങ്ങളും തന്നെയില്ല, വലല്ലമലു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി അസ്സ വജല്ല മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ, ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 തുല്യമായി മറ്റൊരു ദിവസവും തന്നെ ഇബാദത്തിന് തുല്യമായതില്ല. ഫഇന്നഹാ, ഈ പറയുന്ന ഫഅക്സിറൂ ഫീഹിന്ന, അതുകൊണ്ട് ഈ 10 ദിവസങ്ങളിൽ നിങ്ങൾ വർദ്ധിപ്പിക്കുവീൻ, മിനത്ത് തഹ്ലീലി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ കഴിയുന്നത്ര വർദ്ധിപ്പിക്കണം, വത്തക്ബീരി അല്ലാഹു അക്ബർ എന്ന ദിക്റും കഴിയുന്നത്ര വർദ്ധിപ്പിക്കണം. ഫഇന്നഹാ അയ്യാമുത്ത് തഹ്ലീലി വത്തക്ബീരി വദിക്രില്ലാഹ്, ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ ദിക്റും തഹ്ലീലും ചൊല്ലി വർദ്ധിപ്പിക്കേണ്ട ദിവസമാണ്. ഫദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅലൂമാത്തിൻ, അല്ലാഹു തആല പറഞ്ഞിട്ട് അത് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ് അയ്യാമും മഅലൂമാത്ത്. അലാമാ റസഖഹും മിൻ ബഹീമത്തിൽ തന്നെ മറ്റൊരായത്തിന്റെ ഭാഗത്തിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വിവിധങ്ങളായ ഉപയോഗങ്ങൾക്ക് വേണ്ടി ആടുമാടൊട്ടകങ്ങളാകുന്ന വളർത്തുമൃഗങ്ങളെ സൃഷ്ടിച്ച് കീഴ്പ്പെടുത്തിക്കൊടുത്ത അനുഗ്രഹം അനുസ്മരിച്ചുകൊണ്ട് എന്നും വേണ്ടേ. പക്ഷെ ഈ ദിവസങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാം ആറ്റുനോറ്റ് വാർദ്ധക്യകാലത്ത് ലഭിച്ച ഏകപുത്രനാവുന്ന ഇസ്മായിൽ അലൈഹിസ്സലാമിന് തന്റെ പൊരുത്തത്തിന് വേണ്ടി ബലി നൽകാൻ അല്ലാഹു തആല സ്വപ്നം മുഖേന നിർദ്ദേശിച്ചപ്പോൾ മകനും പിതാവും അതിന് അനുസരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ ബലി നൽകാൻ മിനായിൽ കൊണ്ടുപോയി മകനെ കിടത്തി. പ്രിയപ്പെട്ട ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് വാർദ്ധക്യകാലത്ത് തനിക്ക് ലഭിച്ച ഏകപുത്രനെ അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ തക്ബീർ ചൊല്ലിക്കൊണ്ട് ബലിയറുക്കാൻ വേണ്ടി ആയുധമെടുത്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫദൈനാഹു ബിദിബ്ഹിൻ അളീം. ബഹുമാനപ്പെട്ട ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെയും മഹത്തായ ഈ ത്യാഗത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് ആ ത്യാഗം സ്വീകരിച്ചുകൊണ്ട് അവർക്ക് മോചനമായി കൊണ്ട് മഹത്തായ ഒരു ബലിമൃഗത്തെ അല്ലാഹു ദാനമായി നൽകി. ഈ ദാനം നൽകിക്കൊണ്ട് സ്വന്തം പുത്രനെ മോചിപ്പിച്ചതിലൂടെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്ത് പിന്തുടരാൻ കൽപ്പിക്കപ്പെട്ടവരാണ് സത്യവിശ്വാസികളായ നാം ഓരോരുത്തരും. അതുകൊണ്ടാണ് ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്താണ് ഉളുഹിയ്യത്ത് എന്ന് തിരുനബി തങ്ങൾ പറഞ്ഞത്. ഒരു പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഉളുഹിയ്യത്ത് അറുക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചു.
പഠിപ്പിച്ച് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സഹാബാ കിറാം ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്താണ് തിരുനബി ഈ ഉദുഹിയ്യത്ത് അറുക്കുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം, എന്താണ് അതിന്റെ അടിസ്ഥാനം എന്ന് ചോദിക്കുമ്പോൾ സുന്നത്ത് അബീക്കും ഇബ്രാഹിം, നമ്മുടെ ആദർശ പിതാവാവുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഈ ലോകത്ത് ഖിയാമത്ത് നാൾ വരെ വരുന്ന ജനതയ്ക്ക് അള്ളാഹുവിന് വേണ്ടി എന്റെ എല്ലാം സമർപ്പിക്കുന്നു എന്ന് നാവുകൊണ്ട് പറയുന്ന സത്യവിശ്വാസി 5 വഖത്തിലും തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയതിനു ശേഷം വജ്ഹത്ത് ഓതുമ്പോൾ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, ഞാൻ നിസ്കരിക്കുന്നതും ഇബാദത്ത് ചെയ്യുന്നതും ജീവിക്കുന്നതും മരിക്കുന്നതും അല്ലാഹുവിനാണെന്ന് പറയുമ്പോൾ ഇത് പറഞ്ഞാൽ പോരാ, ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിൽ കാണിച്ചു കൊടുക്കണം. അതുകൊണ്ട് കാണിക്കാൻ വേണ്ടി ഒരു സന്ദർഭം കൊടുത്തതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹുവാണ് എനിക്ക് ഏറ്റവും വലുതെന്ന് പറയുമ്പോൾ, അല്ലാഹുവിനെല്ലാം സമർപ്പിച്ചെന്ന് പറയുമ്പോൾ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് അല്ലാഹു നേരിട്ട് ആജ്ഞാപിക്കുകയാണ്, ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്നു, ഇബ്രാഹിം നബിയെ അസ്ലിം, നിങ്ങൾ പൂർണ്ണമായി നിങ്ങളെ എനിക്ക് സമർപ്പിക്കുക. മുസ്ലിം ആവുക എന്നറിയാൻ പറ്റൂല. പണ്ടെന്താ മുസ്ലിം ആകാത്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്നല്ല എല്ലാ അമ്പിയാക്കന്മാരുടെ ജന്മം തന്നെ പൂർണ്ണ ഇസ്ലാമിലാണ്. ഒരിക്കലും ജാഹിലിയത്ത് എന്നത് ഒരു നബിയുടെയും ജീവിതത്തിൽ ഒരു സെക്കൻഡിലും ഉണ്ടാവാൻ പാടില്ല. അവർ നേരത്തെ തന്നെ മുസ്ലിമാ. പിന്നെ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങളെ പൂർണ്ണമായി എനിക്ക് സമർപ്പിക്കുക. ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ, ഞാൻ എന്നെ പൂർണ്ണമായി ലോകരക്ഷിതാവായ റബ്ബെ നിനക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. ആ സമർപ്പണം ലോകത്തിന്റെ മുന്നിൽ പ്രകടിപ്പിച്ചതാണ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ അലൈഹിസ്സലാമിനെ. അന്ന് വേറെ മക്കളില്ല. 90 കഴിഞ്ഞ സമയത്ത് അള്ളാഹുവിനോട് താണ് കേണപേക്ഷിച്ചിട്ട് കൊടുത്ത ഏകപുത്രനാണ്. കുട്ടി തന്നെ ചില്ലറയൊക്കെ സഹായിക്കാനും തന്റെ കൂടെ നടക്കാനും അത്യാവശ്യ സഹായങ്ങളൊക്കെ ചെയ്യാനുമുള്ള പ്രായമായപ്പോൾ ഏതൊരു പിതാവിനും അങ്ങേയറ്റത്തെ സ്നേഹവാത്സല്യങ്ങളുണ്ടാവും. എങ്കിൽ താൻ ഏറ്റവും സ്നേഹിക്കുന്ന അങ്ങേയറ്റ വാത്സല്യമുള്ള പ്രിയപ്പെട്ട പുത്രനെ തനിക്ക് സമർപ്പിക്കുമോ എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ അള്ളാഹുവിനെ അറിയാനല്ല, അള്ളാഹുവിനെ അതൊക്കെ നേരത്തെ അറിയാം. ആ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു തആല പറഞ്ഞു, മകനെ ബലിയായിട്ട് ദാനം ചെയ്യണം. മകനും പിതാവും അതിന് തയ്യാറായപ്പോൾ അത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കേണ്ട സുന്നത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബലിമൃഗത്തെ കൊടുത്തുകൊണ്ട് മോചിപ്പിച്ചില്ലായിരുന്നു എങ്കിൽ സത്യവിശ്വാസികൾ മുഴുവനും മക്കളെ ബലിയർക്കേണ്ടി വരുമായിരുന്നു. എങ്കിൽ നമ്മളിൽ എത്ര പേര് ഈ ലോകത്ത് ജീവിച്ചിരിക്കും? നമുക്കിവിടെ ജീവിക്കാനുള്ള അനുമതി വാങ്ങിത്തന്നത് ഈ ബലിമൃഗങ്ങളെ തന്നുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് അലാമാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, ബലി പറ്റുന്ന ആടുമാടൊട്ടകങ്ങളെ നിങ്ങൾക്ക് ദാനമായി തന്നുകൊണ്ട് അള്ളാഹു ചെയ്ത അനുഗ്രഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ഫദ്കുറുല്ലാഹ്, അള്ളാഹുവിനെ ദിക്ർ ചെല്ലണം എന്ന് പറഞ്ഞ എണ്ണപ്പെട്ട ദിവസങ്ങൾ ഈ ദിവസങ്ങളാണ്. അതുകൊണ്ട് ദിക്റിന്റെ ദിവസങ്ങളാണ്. തക്ബീറിന്റെ ദിവസം അയ്യാമു തഹ്ലീലി വത്തക്ബീരി വദിക്രില്ലാഹ്, ദിക്ർ ചെല്ലേണ്ടയും തഹ്ലീൽ ചെല്ലേണ്ടയും തക്ബീർ ചെല്ലേണ്ടയും ദിവസങ്ങളാണ്. വന്ന സിയാമ യൗമിൻ മിൻഹാ യഅദിലു ബിസിയാമി സന, ഒരൊറ്റ ദിവസത്തെ നോമ്പ് ഒരു കൊല്ലത്തെ നോമ്പിന് സമാനമാണ്. 9 ഒഴിച്ച വേറെ പറയും. വല്ലമലു ഫീഹിന്ന യുദാഫു ബിസബഇമിഅത്തി ളൈഫിൻ, ഏതൊരു സൽക്രമവും ദുൽഹജ്ജ് 1 മുതൽക്ക് 10 വരെയുള്ള പകല് രാത്രികളിൽ നാം പ്രവർത്തിച്ചാൽ 1ന് 700 എന്ന നിലക്ക് പ്രതിഫലം ചുരുങ്ങിയത് എഴുതപ്പെടും. ഇത്രയേറെ പ്രതിഫലം നൽകപ്പെടുന്ന ദിവസം ദുൽഹജ്ജ് 9 പ്രത്യേകമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സൗമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനതൽ മാദിയ വസ്സനതൽ ആതിയ. ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന പ്രസിദ്ധമായ ഹദീസാണ്. ദുൽഹജ്ജ് 9 അറഫ ദിവസത്തെ ഒരൊറ്റ ദിവസത്തെ ഒരു നോമ്പ് ഒരു മുഅ്മിനായ മനുഷ്യനെ അനുഷ്ഠിക്കുകയാണെങ്കിൽ ആ മനുഷ്യന് കഴിഞ്ഞു പോയ ഒരു വർഷത്തിൽ അവന്റെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ, പോരായ്മകൾ, കുറ്റങ്ങൾ അത് മുഴുവനും പരിഹരിക്കപ്പെടും എന്ന് ഞാൻ അള്ളാഹുവിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. ഹബീബ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതീക്ഷ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല പാഴാക്കില്ല. വലസൗഫ യുതീക റബ്ബുക ഫതർലാ,
നബിയെ അങ്ങ് ആഗ്രഹിക്കുന്നത്, താല്പര്യപ്പെടുന്നത്, ഇഷ്ടപ്പെടുന്നത് അള്ളാഹു എന്താണോ അത് മുഴുവനും തരും. ഫതർല അങ്ങ് സമ്പൂർണമായി സംതൃപ്തനായി മാറും. അപ്പൊ അവിടുന്ന് താല്പര്യപ്പെടുന്നത് അള്ളാഹു തആല കൊടുക്കുമെന്ന് ഖുർആനിലൂടെ വാഗ്ദാനമാണ്. എങ്കിൽ വസ്സനത്തൽ മാളിയ വസ്സനത്തൽ ആത്തിയ, കഴിഞ്ഞുപോയൊരു കൊല്ലത്തിന് കഫാറത്താകുന്നതിന് പുറമെ വരാനിരിക്കുന്ന ഒരു കൊല്ലത്തിന് കൂടി അത് കഫാറത്താണ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. എന്നാൽ ആശൂറ നോമ്പ് വളരെ പ്രധാനപ്പെട്ട നോമ്പാണ്. മുസ്ലിങ്ങളല്ലാത്ത സമുദായങ്ങൾ കൂടി നോക്കുന്ന നോമ്പാണ്, വളരെ മഹത്വമുള്ളതാണ്. പക്ഷേ അതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ആശൂറ ദിവസം കൊണ്ട് അത്തസിബു അലല്ലാഹി അയ്യുക്കഫറ സനതൽ മാദിയ, കഴിഞ്ഞുപോയ ഒരു വർഷത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളും പോരായ്മകളും പരിഹരിക്കാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് തിരുനബി തങ്ങൾ പറയുന്നു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രവുമായി അഭേദ്യമായി ബന്ധമുള്ളതും പൂർവികരായ അമ്പിയാക്കന്മാരുടെ സുന്നത്തുമായി ബന്ധപ്പെട്ടതുമായതുകൊണ്ട് ഒരു കൊല്ലത്തെ പാപം പൊറുക്കാൻ അത് പര്യാപ്തമാണെങ്കിൽ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ഏറെ ബന്ധപ്പെട്ടതും ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടതുമായതുകൊണ്ട് തന്നെ 2 വർഷത്തെ വീഴ്ചകളും പോരായ്മകളും കുറ്റങ്ങളും പരിഹരിക്കാൻ ഈ ഒരൊറ്റ ദിവസത്തിന് സാധിക്കും എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനത്തിലൂടെ സാധിക്കും. അപ്പോൾ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളും മഹത്വങ്ങള് അങ്ങേയറ്റത്തെ മഹത്വവും പുണ്യവും ഏറിയതാണെന്ന് മാത്രമല്ല 9 പ്രത്യേകവും അങ്ങനെയാണ്. അപ്പൊ എന്താ, വരുന്നൊരു കൊല്ലത്തെ പാപവും പൊറുക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ എന്താ, വരുന്നൊരു കൊല്ലവും നമ്മളിവിടെ ഉണ്ടാവുന്നു തന്നെ. ഇവിടെ ഇല്ലാത്ത പിന്നെ വീഴ്ച പരിഹരിക്കാൻ കഴിയോ? ഈ ലോകത്ത് ഇവിടെ ജീവിച്ചെങ്കിലല്ലേ വീഴ്ചകൾ ഉണ്ടാവൂ. വീഴ്ച അടുത്തൊരു വർഷത്തെ വീഴ്ച കൂടി പരിഹരിക്കണമെങ്കിൽ അടുത്തൊരു കൊല്ലം ജീവിക്കണ്ടേ? അപ്പൊ ചുരുക്കത്തിൽ മുഹറം ദുൽഹജ്ജ് 9 നോമ്പ് നോൽക്കാൻ കഴിഞ്ഞാൽ, ശരിയായ നിലക്കൊരു നോമ്പ് ഒരു മുഅ്മിനായ മനുഷ്യൻ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു കൊല്ലത്തേക്കുള്ള ലൈസൻസായി, റുഖ്സ ഒരു കൊല്ലത്തിന്. അപ്പൊ പിന്നെ കുട്ടികളൊക്കെ ചോദിക്കില്ല, നിങ്ങളിപ്പോ ചോദിക്കില്ല എന്ന് എനിക്കറിയാം. കുട്ടികൾക്കൊരു സംശയമുണ്ട്. നാളെ കുട്ടികളോട് പറഞ്ഞു, കുട്ടികൾ പറഞ്ഞു എന്നാ ഉസ്താദ് അപ്പൊ എല്ലാ കൊല്ലമാണ് നോറ്റെങ്കിലോ എന്ന്. കുട്ടികൾ പറഞ്ഞു, കുട്ടികൾ മദ്രസേന്ന് പറഞ്ഞു കൊടുക്കും, എന്നാ എല്ലാ കൊല്ലമാണ് നോറ്റെങ്കിലോ എന്ന്. അപ്പൊ മരിക്കൂലല്ലോ എന്നുള്ള ധാരണയാണ്. അത് അങ്ങനെ തന്നെയാണ്. പക്ഷേ എല്ലാ കൊല്ലമാണ് നോറ്റാൽ മരിക്കില്ല എന്നതാണ് സത്യം. പക്ഷേ മരിക്കാൻ അല്ലാഹു തആല കണക്കാക്കിയ ഒരു അജൽ ഉണ്ടാവുമല്ലോ. ആ അജൽ എത്തിക്കഴിഞ്ഞാൽ അക്കൊല്ലം നോക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു പ്രതിബന്ധം അല്ലാഹു തആല തരും. അങ്ങനെ നമുക്ക് നോക്കാൻ സാധിക്കാതെ പോവുക. അത് ചരിത്രത്തിലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ എല്ലാ കൊല്ലവും ദുൽഹജ്ജ് 9 നോമ്പ് നോറ്റിയിരുന്നു. വളരെയേറെ സഹാബത്തിനോട് പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഹിജ്റ 10-ാം കൊല്ലാണല്ലോ ഹജ്ജത്തുൽ വദാഇന് പോയത്. ഹജ്ജ് ചെയ്യുന്ന ഹാജിക്ക് അറഫയിൽ വെച്ചിട്ട് ആ നോമ്പ് നോൽക്കൽ കറാത്ത, ഇത്രയേറെ പുണ്യമുള്ളതാണെങ്കിൽ പോലും നോൽക്കൽ സുന്നത്തില്ലെന്ന് മാത്രമല്ല കറാത്ത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചിട്ടുണ്ട്, അറഫയിൽ വെച്ച് നോമ്പ് നോൽക്കരുത് എന്നല്ല. നബി തങ്ങൾ ഇത്രയും പ്രധാനപ്പെട്ട നോമ്പായി അനുഷ്ഠിക്കുന്നത് കൊണ്ട് സഹാബാക്കൾക്ക് നല്ല സംശയമുണ്ട്, നബി തങ്ങൾ എന്തായാലും നോൽക്കാളക്കൂല. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകപ്പുറത്താണല്ലോ അറഫയിൽ നിന്നത്. അങ്ങനെ ജബർ റഹ്മത്തിന്റെ താഴെ ആ നിരന്ന ആ പാറക്കൂട്ടങ്ങളുള്ള ആ നിരന്ന പ്രദേശത്ത് ഒട്ടകപ്പുറത്താണ് നിൽക്കുന്നത്. അപ്പൊ ആളുകളിൽ ഇടയിൽ ഇങ്ങനെ സംശയം, കുറെ ആളുകളൊക്കെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ന് നോമ്പ് നോറ്റിട്ടില്ല, നമ്മളോടൊക്കെ നോൽക്കണ്ടെന്നാണല്ലോ പറഞ്ഞത്, നബി തങ്ങൾ നോറ്റിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ കുറെ ആളുകൾ അങ്ങനെയല്ല, അത്രയൊക്കെ പ്രധാനപ്പെട്ട നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തായിട്ട് നോറ്റിരിക്കും എന്നിങ്ങനെ അഭിപ്രായം പറയുന്നത് കേട്ടപ്പം ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പത്നി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇളയമ്മ അവര് ഒരു പണി ചെയ്തു. എല്ലാവരുടെയും സംശയമാണ് തീരുമല്ലോ എന്ന നിലക്ക് ഉമ്മുൽ ഫദ്ൽ റളിയല്ലാഹു തആല അൻഹ തന്റെ മകനെ വിളിച്ചിട്ട് ഒരു ഗ്ലാസ് പാല് കൊടുത്തയച്ചു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട സാധനമാണ് പാല്. അപ്പൊ എല്ലാവരും കാണാൻ ഒട്ടകപ്പുറത്താണല്ലോ നിൽക്കുന്നത്, അപ്പൊ എല്ലാവർക്കും കാണും ചെയ്യാം. പാല് കൊടുത്തയച്ച എന്തിനാ? നോമ്പാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് വാങ്ങി കുടിക്കൂലല്ലോ, നോമ്പില്ലെങ്കിൽ വാങ്ങി കുടിക്കും. അപ്പൊ നമുക്ക് അറിയാം. അങ്ങനെ ഈ പാല് കൊടുത്തയച്ചപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് വാങ്ങി കുടിച്ചു. അപ്പൊ എല്ലാവരും കണ്ടു. അപ്പൊ എല്ലാവർക്കും ബോധ്യപ്പെട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് വെച്ചിട്ടില്ല. ആ ദുൽഹജ്ജ് കഴിഞ്ഞ് ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ട് മുഹറം സഫറും കഴിഞ്ഞ് റബീഉൽ അവ്വൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹലോകവാസം വെടിയുകയും ചെയ്തു. അപ്പൊ എന്തേ പറഞ്ഞേ? അപ്പൊ മരിക്കാനാവുമ്പോ അതിനൊരു മാർഗം ഉണ്ടാവും, അന്ന് നോൽക്കാതെക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി അല്ലാഹുതആല തുറന്നു വെക്കും. എന്നാലും നോറ്റാൽ അപ്പം പിന്നെ എന്താ കാര്യം? എന്നാലും നോറ്റ കൊല്ലത്തെ ഡ്രസ്സ് നമ്മളെ കയ്യിലുണ്ട് എന്നുള്ളൊരു ധൈര്യം അങ്ങനെ
അതൊരു ധൈര്യം തന്നെയാണല്ലോ, ഒരു ധൈര്യം അങ്ങനെ. അപ്പൊ അതുകൊണ്ട് 1 മുതൽ സാധിക്കുന്നവർ നോമ്പെടുക്കുക, ഇല്ലാത്തവർ ഇതിലുള്ള വളരെ പ്രധാനപ്പെട്ട വ്യാഴം, തിങ്കൾ പോലത്തെ ദിവസങ്ങളിൽ പ്രത്യേകം നോൽക്കുക. എന്നാൽ എന്നും വ്യാഴം തിങ്കളും സുന്നത്തുള്ള അതും കിട്ടും. ദുൽഹജ്ജിന്റെ ആദ്യ 10 നോമ്പ് എന്ന നിലക്കുള്ള മഹത്വവും കിട്ടും. 9 ഏതായാലും ഹജ്ജിന് പോകാത്തവരൊക്കെ നിർബന്ധപൂർവം തന്നെ എടുക്കുക. ഹജ്ജിന് പോകുന്നവർ അറഫയിൽ വെച്ച് ഇത്രയൊക്കെ മഹത്വം ഉണ്ടെങ്കിലും നോമ്പെടുക്കാൻ ആ മഹത്വം അവർക്ക് ബാധകമല്ല. തന്നെയല്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയ്ക്കെതിരായതുകൊണ്ട് അത് കറാഹത്തുമാണ്. അപ്പൊ ഈ നോമ്പ് കഴിയുന്നത്ര വർദ്ധിപ്പിക്കുക. പിന്നെ എന്തൊക്കെ സ്വാലിഹായ അമലുകൾ വർദ്ധിപ്പിക്കാൻ പറ്റുമോ അതൊക്കെയും നമ്മൾ വർദ്ധിപ്പിക്കുക. അതിൽപ്പെട്ട ഒരു കാര്യമാണ് ആട്, മാട്, ഒട്ടകങ്ങൾ പോലെയുള്ള അറുത്ത് ഭക്ഷിക്കപ്പെടുന്ന മൃഗങ്ങളെ നാം കാണുന്ന സമയത്ത് ദുൽഹജ്ജ് 1 മുതൽ 13 വരെയുള്ള രാവാവട്ടെ പകലാകട്ടെ ഈ മൃഗങ്ങളെ കാണുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. എന്തിനാണ്? പണ്ട് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി വഫദൈനാഹു ബിദിബ്ഹിൻ അളീം, മഹത്തായ ഒരു ബലിമൃഗത്തെ ദാനം ചെയ്തുകൊണ്ട് ഫിദിയാക്കി മോചിപ്പിച്ചു എന്ന ആ മഹത്തായ നിഅമത്തിന് ശുക്ർ ചെയ്യലും അത് അനുസ്മരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ മൃഗങ്ങളെ തരികയും ആ മൃഗങ്ങളെ മനുഷ്യന് പകരമായി ദാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ച് മനുഷ്യനെ മോചിപ്പിക്കാൻ തയ്യാറായതിൽ അല്ലാഹുവിന്റെ മഹത്വം പ്രകീർത്തിക്കുകയും ചെയ്തുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. ഇനി കാണണമെന്നില്ല, അവയുടെ ശബ്ദം കേൾക്കുമ്പോഴും സുന്നത്താണ്. ആടോ മാടുകളോ ഒട്ടകമോ കരയുന്ന ശബ്ദം കേൾക്കുകയോ അവയെ കാണുകയോ ചെയ്യുമ്പോൾ ഈ 13 ദിവസം വരേക്കും 1 മുതൽ 13ന്റെ അന്ന് അരിവ് വരെയുള്ള ദിവസങ്ങൾ ഈ പ്രത്യേക ദിവസങ്ങളായതുകൊണ്ടാവാം ഈ ദിവസങ്ങളിൽ പ്രത്യേകം തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. പ്രത്യേകിച്ച് തഹ്ലീലിന് പ്രത്യേകതയുള്ള സുന്നയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ. കാരണം ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം തങ്ങളും മഹാനായ നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാമും കൂടി അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം വിശുദ്ധ കഅബ ശരീഫ് പുനർനിർമ്മാണം നടത്തിയ മാസമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സമർപ്പിച്ച ദിവസമാണ്. അതുകൊണ്ട് ഈ ഇത് തൗഹീദിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത് ഇന്നവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്ക, വിശുദ്ധ മക്ക ശരീഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിച്ച കഅബ ശരീഫ് എന്ന് പറയുന്ന ഭവനമാണ് ആദ്യമായി ഈ ലോകത്ത് അല്ലാഹുവിന്റെ ഇബാദത്തിനും തൗഹീദിനും വേണ്ടി നിർമ്മിക്കപ്പെട്ടത്. എങ്കിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെയും മകനെയും വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അൻതഹിറാ ബൈത്തിയ ലിത്വാഇഫീന വൽ ആകിഫീന വറുക്അഇസ് സുജൂദ്. അൻതഹിറാ ബൈത്തിയ, എന്റെ വിശുദ്ധ ഭവനത്തെ വിശുദ്ധമായി നിങ്ങൾ നിർമ്മിക്കണം. അതിൽ ഒരു തരത്തിലുള്ള ശിർക്കോ കുഫറോ കൂടാതെ ശുദ്ധമായ തൗഹീദിന്റെ സ്ഥാപനമായി അടിത്തറ കെട്ടി ആ അടിത്തറയിൽ നിന്ന് നിങ്ങൾ തൗഹീദിന്റെ സ്ഥാപനമായി അള്ളാഹുവിന്റെ ഇബാദത്തിന്റെ കേന്ദ്രമായി നിർമ്മിക്കണമെന്ന് പറഞ്ഞ ആ തൗഹീദിനും ഇബാദത്തിനും വേണ്ടി നിർമ്മിക്കപ്പെട്ട ഭവനവും ആ മഹത്തായ തൗഹീദിന്റെ മാതൃകാ കുടുംബത്തിന്റെ ചരിത്രം ഖിയാമത്ത് നാളുവരെ ലോക മുസ്ലിങ്ങൾ അനുസ്മരിക്കുന്ന ദിനരാത്രങ്ങളാണ്. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും കാൽനടയായും വാഹനപ്പുറത്തും ലക്ഷക്കണക്കായ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ആ കുടുംബ ചരിത്രം അനുസ്മരിക്കാനും അള്ളാഹുവിന്റെ തൗഹീദിന്റെ മുദ്രാവാക്യങ്ങൾ പുതുക്കാനും വേണ്ടി വരുമ്പോൾ ആ തൗഹീദിന്റെ കലിമത്ത് ലോക മുസ്ലിങ്ങൾ ആവർത്തിച്ച് പറയാൻ സുന്നത്തായി കൽപ്പിക്കപ്പെട്ട ദിനരാത്രങ്ങളാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന തക്ബീറും തഹ്ലീലും. മറ്റെല്ലാ ദിക്റിനേക്കാളും കൂടുതൽ വർദ്ധിപ്പിക്കാൻ അനുയോജ്യമായ ദിനരാത്രങ്ങളാണ്. അങ്ങനെ ദിക്റുകളെ കൊണ്ടും തസ്ബീഹുകളെ കൊണ്ടും തഹ്ലീലുകളെ കൊണ്ടും ഖുർആൻ പാരായണം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നോമ്പ് കൊണ്ടും നിസ്കാരം കൊണ്ടും കഴിയുന്നത്ര ഈ രാവും പകലും നമ്മൾ വർദ്ധിപ്പിക്കണം. എന്നാൽ ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായതാണ് ഉദ്ഹിയ്യത്ത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മുഅ്മിനായ ആളുകളോട് മൊത്തം അവരുടെ കുടുംബ ചെലവിനും കടവും കഴിച്ച് ശേഷിപ്പ് ഒരു ബലിമൃഗത്തെ വാങ്ങാൻ കഴിവുള്ള മുഴുവൻ മുസ്ലിം കുടുംബങ്ങളോടും
മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങേയറ്റത്തെ പ്രാധാന്യത്തോടു കൂടി തന്നെ ഉദഹിയത്തിന്റെ കാര്യം കൽപ്പിച്ചത് കൊണ്ട് കഴിവുള്ള വ്യക്തികൾ, കുടുംബങ്ങൾ, ഒരു കുടുംബത്തിൽ ഒന്നെങ്കിലും ബലിയർക്കാതിരിക്കുന്നത് കറാഹത്താണ് എന്നാണ് മഹാന്മാരായ ഫിഖ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ഉദഹിയത്ത് നമ്മളിൽ പലരും ഇതുവരെ ഒരിക്കൽ പോലും ഉദഹിയത്ത് ഇറക്കാത്തവരുണ്ട്. നമ്മുടെ കടമ നമ്മൾ വീട്ടിയിട്ടില്ല. മില്ലത്ത് സുന്നത്ത് അബീക്കും ഇബ്രാഹിം, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമാണ് നമ്മുടെ ആദർശ പിതാവെങ്കിൽ ആ പിതാവിന്റെ നടപടിക്രമമാണ് ഉദ്ഹിയത്തറക്കുക എന്ന് പറയുന്നത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റ കൊല്ലം ഒഴിയാതെ കൊല്ലം തോറും ഉദ്ഹിയത്തറക്കാറുണ്ടായിരുന്നു. 2 വീതമാണ് സാധാരണ എല്ലാ കൊല്ലവും അറുക്കുക. ഒന്ന് അവിടത്തേക്കും കുടുംബത്തിനും വേണ്ടി അറുത്തതിനു ശേഷം രണ്ടാമതൊന്നുകൂടി അറുത്തുകൊണ്ട് ഈ ഉമ്മത്തിന്റെ പിതാവാവുന്ന പ്രിയപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, റബ്ബേ, എന്റെ ഉമ്മത്തുകളിൽ നിന്ന് ഖിയാമത്ത് നാൾ വരെ വരുന്ന സാധുക്കളായ ഫക്കീറന്മാര്, മിസ്കീന്മാര് സ്വന്തമായി ഒരു ബലിമൃഗത്തെ വിലക്ക് വാങ്ങി നിന്റെ പൊരുത്തത്തിനു വേണ്ടി ബലിദാനം ചെയ്യാൻ കഴിവില്ലാത്ത ഫക്കീർ മിസ്കീന്മാരായ ഖിയാമത്ത് നാൾ വരെ വരുന്ന എന്റെ ഉമ്മത്തുകൾക്ക് വേണ്ടിയാണ് ഞാനിതറുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ ഒരു മൃഗത്തെ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വേണ്ടി അറുത്തിട്ടുണ്ട്. പക്ഷേ സാമ്പത്തികമായി ശേഷിയില്ലാത്ത ഫക്കീർ മിസ്കീന്മാർക്ക് വേണ്ടിയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ടറുത്തത്. ബാക്കിയുള്ളവരോടൊക്കെ അറുക്കാനാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുള്ളത്. എന്തിനാണെന്നറിയാമോ? വെറുതെ കുറെ ജീവികളെ ബലി കൊടുത്തുകൊണ്ട് രക്തം ചിന്തുകയല്ല ലക്ഷ്യം വെക്കുന്നത്. മറിച്ച് ഒന്ന് പാവപ്പെട്ട കഴിവില്ലാത്ത സാധുക്കളായ സത്യവിശ്വാസികൾക്ക് പെരുന്നാളിന്റെ ദിവസങ്ങളിലെങ്കിലും സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാൻ മാർഗമുണ്ടാവട്ടെ എന്നാണ് അതിന്റെ ഒരു ഉദ്ദേശം. രണ്ടാമത്തേത്, എല്ലാം അള്ളാഹുവിൻ്റെതാണ്, എല്ലാം തന്നവൻ അള്ളാഹുവാണ്. ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുമ്പോൾ നമ്മൾ 2 കൈയും അടച്ചു പിടിച്ച് അരക്കാശില്ലാതെ കരഞ്ഞുകൊണ്ടാണ് ഈ ലോകത്തേക്ക് വന്നത്. ഇനി തിരിച്ചു പോകുമ്പോൾ 2 കൈയും തുറന്നു പിടിച്ച് ഒന്നുമില്ലാതെ തിരിച്ചു പോവുകയും ചെയ്യുമ്പോൾ ഇതിന്റെ ഇടയിൽ സമ്പാദിച്ച സമ്പാദ്യങ്ങൾ മുഴുവനും അള്ളാഹു അവന്റെ ഔദാര്യം കൊണ്ട് നമ്മുടെ കയ്യിലേൽപ്പിച്ച അള്ളാഹുവിന്റെ സമ്പത്താണ്. അതിന്റെ ചെറിയൊരു വിഹിതം അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി, നാളെ പരലോകത്തെ രക്ഷയ്ക്ക് വേണ്ടി, പാവപ്പെട്ട സമുദായത്തിന്റെ ഒരു ദിവസത്തെ സുഭിക്ഷമായ ജീവിതത്തിനു വേണ്ടി ദാനം ചെയ്യാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ എന്തിനാണെന്നറിയാമോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അള്ളിമൂ ലഹായാകും ഫഇന്നഹു മതായാകും അലസ്സിറാത്ത്. ഇതാ നിങ്ങൾ അറുക്കുന്ന ബലിമൃഗത്തെ ഏറ്റവും മഹത്തായതാക്കണം, നല്ല തടിച്ചു കൊഴുത്തത്, മുന്തിയത്, വിലപിടിപ്പുള്ളതാക്കണം. എന്തുകൊണ്ട്? ഫഇന്നഹാ മതായാകും. നാളെ പരലോകത്തിൽ ഖബറിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ കൽപ്പന പ്രകാരം മലായികത്ത് വിളിച്ചു പറയുമ്പോൾ ഇസ്രാഫീൽ പണ്ട് നമ്മൾ പറഞ്ഞാണല്ലോ, ഇസ്രാഫീൽ അലൈഹി ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഊത്തോടുകൂടി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മലക്കുകളുടെ ഭാഗത്തു നിന്നുള്ള വിളി, റഹ്മാൻ, ലോകരക്ഷിതാവാവുന്ന റബ്ബുൽ ഇസ്സത്ത് തമ്പുരാൻ അവന്റെ വിധിവിലക്കുകൾ, അവന്റെ വിധി സ്വീകരിക്കാൻ വേണ്ടി, അവന്റെ അടുക്കൽ നിന്ന് നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലം കൈപ്പറ്റാൻ വേണ്ടി ഹാജരാവൂ എന്നുള്ള ഓർഡർ വരുമ്പോൾ യഖ്റുജൂന മിനൽ അജ്ദാസി സിറാഅൻ കഅന്നഹും മിലാ നുസുബിൻ യൂഫിദൂൻ. ഒരു പന്തയ മൈതാനിയിൽ അതിരിന്റെ അടുക്കൽ വെച്ചതായിരിക്കുന്ന നാട്ടക്കുറികൾ എടുക്കാൻ വേണ്ടി മത്സരിച്ചോടുന്നത് പോലെ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് ഓടുമെന്ന് പറഞ്ഞ ആ കൂട്ടത്തിൽ കാൽനടയായി പോകുന്ന ആളുകളുണ്ട്. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാതെ എഴുന്നേറ്റ് നിന്നും വീണും കിടന്നും പോകുന്നവരുണ്ട്. വെറുതെ മുട്ടുകുത്തി എഴയുന്നവരുണ്ട്, കിടന്നിഴക്കുന്നവരുണ്ട്, അതോടുകൂടി തന്നെ തല കുത്തി നടക്കുന്നവരുണ്ട്, വിവിധ രീതിയിലുണ്ട്. ആ കൂട്ടത്തിൽ ഉദ്ഹിയത്തറുത്ത, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഇഖ്ലാസോടുകൂടി ഉദ്ഹിയത്തറുത്ത വ്യക്തികളായ
പോത്താണെങ്കിൽ അത് വാഹനമായി തന്റെ ഖബറിടത്തിൽ വരികയും അതിന്റെ പുറത്ത് കയറി മാന്യമായ അന്തസ്സോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി സ്വീകരിക്കാൻ വേണ്ടി മശ്റാ വൻസഭയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ എത്രയും നല്ല വിലപിടിപ്പുള്ള മുന്തിയ മൃഗത്തെയാണ് നമ്മളിവിടെ ബലിയറുത്തതെങ്കിൽ അത്രയും മുന്തിയ വാഹനമാണ്. അന്തസ്സോടുകൂടി മറ്റുള്ളവരുടെ മുന്നിൽ തല ഉയർത്തിപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാനാകും. ഫൈന്നഹു മതായാക്കും, നിങ്ങൾക്ക് യാത്ര നാളെ പരലോകത്ത് യാത്ര ചെയ്യാനുള്ള വാഹനമാണ്. അതുകൊണ്ട് മുന്തിയത് ചെലവാക്കണം. മഹാന്മാര് പറയുന്നു, നല്ല തടിച്ച് കൊഴുത്ത 3 കിൻഡലുള്ള ഒരു പോത്തുണ്ട്. ആ പോത്തിന്റെ വില 15,000, ഉദാഹരണം പറയാം, 15,000 റുപ്യ ഉള്ളൂ. അതേ സമയത്ത് നല്ല നല്ല ഭംഗിയുള്ള, ആരും കണ്ടാലും നോക്കി പോകുന്ന നല്ലൊരു കുട്ടനുണ്ട്, മൂരിക്കുട്ടൻ. ആ മൂരിക്കുട്ടന് 75,000 കൊടുക്കണം എങ്കിൽ അത് വാങ്ങണം. അതിനാകെയുള്ള 75 കിലോനാ, അത്രയ്ക്കേ ഉണ്ടാവുള്ളൂ. മറ്റേ 3 ഇൻഡലുണ്ട്, ആകെ കൊടുക്കുക 20,000 റുപ്യ കൊടുത്താൽ മതി. 3 ഇൻഡലുള്ള ഒരു പോത്താണ്. ഒരു 20-25 കൊടുക്കണം നോട്ടിക്കളി. സിഫ്തൊക്കെ ആകുമ്പോൾ 25 റുപ്യൊക്കെ കൊടുക്കേണ്ടി വരും. അത് 3 ഇൻഡലൊക്കെ ഉള്ള പോത്താണെങ്കിലും മതി. അത് തന്നെ ഈ 3 ഇൻഡലുണ്ടെങ്കിൽ എത്ര ആൾക്ക് ഭക്ഷണം കഴിക്കാം? അതേ സമയത്ത് 75 കിലോ ഉള്ള നല്ല 1-ാം കട ഭംഗിയുള്ള ഒരു വെളുത്ത ഒരു മൂരിക്കുട്ടി, വയസ്സൊക്കൊത്ത ഒരു മൂരിക്കുട്ടി. പക്ഷെ അതിന് ചോദിക്കുന്ന എത്ര? 75,000 റുപ്യ. എന്നാൽ അടിയന്തരമായിട്ട് ആ 75 കൊടുത്തിട്ട് അതന്നെ വാങ്ങണം. പണമുള്ളോലിട്ടോ, പണമുള്ളോല്. അതാണ് അള്ളിമൂ വൈഹായാക്കും ഫൈന്നഹു മതായാക്കും. നിങ്ങൾ അറുക്കുന്ന ബലിമൃഗത്തെ, നമ്മക്കല്ലേ ഇപ്പൊ ഇതൊക്കെ പുതുമ, പൈസ ഉള്ള ബോംബെ പോയി നോക്കിങ്ങള്, പ്രത്യേകമായി പുറത്തുകൊന്നും വിടാതെ കടലയും അതുപോലെ ഈ യവം, ബാർലി, അതുപോലെ ഗോതമ്പൊക്കെ മാത്രം തീറ്റി കൊടുത്ത് പ്രത്യേകം കെട്ടിപ്പോറ്റ നാടുകളുണ്ട്. 1.5 ലക്ഷത്തിനൊക്കെ ഒരാട്. അത് മത്സരിച്ച് ലേലം വിളിച്ചെടുക്കുക. 1.5 ലക്ഷത്തിന് ഒരാട്, ഒട്ടകൊന്നല്ല. അതിന് ഇഷ്ടം പോലെ മലയാളിമാരുണ്ട് മത്സരിക്കാൻ. എന്നിട്ട് ആടിന് അതെന്താണ്, അത് കണ്ടാൽ തന്നെ തോന്നും, അത് കണ്ടാൽ തന്നെ ഒന്ന് കയ്യേക്കാതെ തൊടാൻ തോന്നൂല, അത്ര വൃത്തിയും ഭംഗിയാണ്. ഇത് ഇസ്ലാം പ്രത്യേകം കൽപ്പിച്ചതാ. മാംസം കൂടുതലുണ്ടാവുക എന്നതിൽ ഉപരി മുന്തിയ വിലപിടിപ്പുള്ളതാവുക. കാരണം അത് നാളെ പരലോകത്ത് അന്തസ്സിന്റെയും കൂടി പ്രശ്നമാണ്. ഇവിടുത്തെ പാവപ്പെട്ടവരുടെ ഭക്ഷണത്തിന്റെ പ്രശ്നമാണ് എന്നതിലേറെ നാളെ പരലോകത്ത് നമ്മുടെ അന്തസ്സിന്റെ പ്രശ്നമാണ്. ടാറ്റക്കാരന്റെ പുതിയ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇതുണ്ടല്ലോ, നാനോ, അത് വാങ്ങിയാലും യാത്ര ചെയ്യാ. അതുപോലെ തന്നെ 1.5 മില്യനും 2 മില്യനും ഒക്കെ കൊടുത്തിട്ട് കാർ ഇറങ്ങിയിട്ട് അതിലും യാത്ര ചെയ്യാനാണല്ലോ, രണ്ടും യാത്ര ചെയ്യണം. പക്ഷെ ഇതിനൊരു അന്തസ്സുണ്ട്. ആ കൊണ്ടുപോയിട്ട് ഒരുത്തിട്ടാണ് നിർത്തിയാൽ മറ്റേ ആരും ഒഴിഞ്ഞൊരു അഭിമാനാകണ്ട. നാനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഒരു വസ്തു പെപ്സി തൊണ്ട് കണ്ടൊക്കെ ഉണ്ടാവുള്ള ആളുകൾക്ക് ഒരു വലിയ പോകാനും പോകാന്നല്ലാതെ അതിനൊന്നും വിലല്ല എന്നതാണ് അതിന്റെ കണക്ക്. അപ്പോ ഒരു കണ്ടാൽ ഒരു മതിപ്പും ആർക്കും ഒരു താല്പര്യം തോന്നുന്നു. അത് സുമാർ പറയല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം കൽപ്പിച്ചു. അതുകൊണ്ട് തന്നെ മഹാന്മാരായ ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ ഈ ഗുണങ്ങൾ പ്രത്യേകം പരിഗണിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സിഫത്തൊത്താൽ ജായിസാവും. ഐബില്ലാത്തതാവണം, രോഗമില്ലാത്തതാവണം, അംഗഭംഗം വരാത്തതാവണം, ചൊറി ബാധിച്ചതാവാൻ പാടില്ല, വാല് മുറിഞ്ഞത്, ചെവി മുറിഞ്ഞത് പോലെയുള്ള ശരീരത്തിന്റെ ഭാഗങ്ങൾ മുറിഞ്ഞു പോയത് അതൊന്നും പറ്റില്ല. അതുപോലെ തന്നെ ഗർഭിണിയാണെങ്കിൽ അത് പറ്റില്ല. അതുപോലെ തന്നെ പ്രസവിച്ച ഏതാനും ദിവസങ്ങൾക്കുള്ളിലുള്ള ഇതാണെങ്കിൽ പറ്റില്ല. ഇങ്ങനെ ഐബുള്ളതൊന്നും പറ്റില്ല. ഐബൊന്നും ഇല്ലാത്ത 2 വയസ്സ് പൂർത്തിയായ ഒരാടോ 2 വയസ്സ് പൂർത്തിയായ ഒരു മാടോ 5 വയസ്സ് തികഞ്ഞ ഒരു ഒട്ടകമോ ആണ് ഉളുഹിയത്തായിട്ട് അറക്കാൻ കൽപ്പിക്കപ്പെട്ടത്. അതിന്റെ കീഴ്പ്പെട്ടുള്ളതൊന്നും ഉളുഹിയത്തായിട്ട് സ്വീകരിക്കപ്പെടുന്നതല്ല. 2 വയസ്സ് തികയാത്ത മാട്, മൂരിക്കുട്ടിയായാലും വേണ്ടില്ല, പോത്തുംകുട്ടിയായാലും വേണ്ടില്ല, 2 വയസ്സ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് ഉളുഹിയത്ത് അറക്കാൻ പറ്റില്ല. അത് തന്നെയാണ് ഹഖീഖത്തിന്റെ വിധി. ഹഖീഖത്തും ഉളുഹിയത്തും നിയമങ്ങളിൽ ഏകദേശമൊക്കെ ഒരുവിധം ഒന്ന് തന്നെയാണ്. ഹഖീഖത്ത് ഇറക്കണമെങ്കിലും വേണം, ഉളുഹിയത്ത് ഇറക്കണമെങ്കിലും വേണം 2 വയസ്സ് പൂർത്തിയായിരിക്കുക. സാധാരണ ആടാണെങ്കിലും മാടാണെങ്കിലും. അതേസമയത്ത് നെയ്യാടാണെങ്കിൽ, നെയ്യാട് നമ്മളെ കേരളത്തിൽ അങ്ങനെ ഇല്ല. കേരളത്തിന്റെ പുറത്ത് ബോംബെയിലും മറ്റും മറിച്ചൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇനി പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടെന്ന് കിട്ടും. നെയ്യാടാണെങ്കിൽ 1 വയസ്സ് തികയുകയോ അല്ലെങ്കിൽ പല്ല് പറഞ്ഞു വരികയോ ചെയ്തതായാൽ മതി. 1 വയസ്സിന് മുമ്പ് ചിലപ്പോൾ പല്ല് വരും. പല്ല് വരിക പറഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ പ്രായപൂർത്തിന്റെ അടയാളം. അങ്ങനെ 1 വയസ്സ് തികഞ്ഞതോ പല്ലൊത്തതോ ആയ നെയ്യാടോ സാധാരണ മറ്റാടുകളൊക്കെ ആണെങ്കിൽ 2 വയസ്സ് തികഞ്ഞതോ വേണം. ആണായാൽ നന്ന്, പെണ്ണിന് തെറ്റില്ല. പക്ഷേ ആണാണെങ്കിൽ ഈ കൂറ്റൻ ചവിട്ടാൻ വേണ്ടിയിട്ട് വിത്തായിട്ട് നിർത്തുന്നതാണെങ്കിൽ അത് നല്ലതല്ല, കറാഹത്താണ്.
നമ്മളെ നാട്ടിൽ അത് കൃഷിയായിട്ട് പോറ്റാത്തത് കൊണ്ട് നമുക്കതറിയില്ല. കൃഷിയായിട്ട് മൃഗങ്ങളെ പോറ്റുന്നവർക്ക് അറിയാം. ഈ വിത്തിനായിട്ട് പ്രത്യേകം ഈ കൂറ്റന്മാരെ പ്രത്യേകം സംരക്ഷിക്കാറുണ്ട്. അത് കറാഹത്താ, കാരണം അത് മാംസം മോശമായിട്ടുണ്ട്. ഉലൂഹിയ്യത്ത് സംബന്ധമായ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഉലൂഹിയ്യത്ത് അറക്കലിൽ വളരെ മോക്കതായ സുന്നത്താണെന്നതുകൊണ്ട് അത് ഉപേക്ഷിക്കൽ കഴിവുള്ളവർക്ക് കറാഹത്താണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ചുരുങ്ങിയതാണ് ഒരു ആട്. അത് വ്യക്തികൾ ചെയ്യുകയാണെങ്കിൽ സ്വന്തം സുന്നത്ത് അയിനും, ഒരു കുടുംബത്തിൽ ഒരാൾ ചെയ്യൽ സുന്നത്ത് കിഫായത്തുമാണ്. എന്ന് പറഞ്ഞാൽ ചെയ്താക്കനെ കൂലി കിട്ടുള്ളൂ. പക്ഷെ മറ്റുള്ളവർക്ക് അത് ചെയ്തില്ല എന്നതിന്റെ പേരിൽ കറാഹത്ത് ഉണ്ടാകുന്നല്ല. കുടുംബത്തിൽപ്പെട്ട ഒരാള് ഉലൂഹിയ്യത്ത് അറുത്താൽ ആ കുടുംബം എന്ന് പറഞ്ഞാൽ വാപ്പയോ അല്ലെങ്കിൽ മൂത്ത മകനുണ്ട്, ഒരു മകനോ അറുത്താൽ ആ കുടുംബക്കാര്, ആ വീട്ടുകാരുടെ കറാഹത്ത് ഒഴിവായി. പക്ഷെ ചെയ്ത ആൾക്കേ ചെയ്തതിന്റെ പ്രതിഫലം കിട്ടുള്ളൂ എന്ന് മാത്രം. ഇത് ഈ പറഞ്ഞ മൂന്നാലൊന്നേ ആട്, മാട്, ഒട്ടകം ഒരാൾക്ക് എത്രയും ചെയ്യാം. ചുരുങ്ങിയത് ഒരാട്, അതിൽ കുറയാൻ പാടില്ല. അതുപോലെ തന്നെ മാടിന്റെ 1/7 ഒട്ടകത്തിന്റെ 7 ചുരുങ്ങിയ നിലക്ക് ആവാം. കൂടുതൽ ഇത്ര എന്നതിനൊരു കണക്കില്ല. ഒരു മനുഷ്യന് എത്ര കഴിയുമോ അത്രയും ചെയ്യൽ സുന്നത്ത് തന്നെ. ഉലൂഹിയ്യത്തിന്റെ അതേ രീതിയിൽ തന്നെയാണല്ലോ ഹദിയുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇന് തന്ന സമയത്ത് 100 ഒട്ടകങ്ങളായിരുന്നു ഹദിയായി ചെയ്തിരുന്നത്. അല്ലാത്തപ്പോഴും പലപ്പോഴും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്ത് ഉംറക്ക് പോകുന്ന സമയത്തും ഹജ്ജിന് പോകുന്ന സമയത്തും ഒക്കെ ഈ ഹദിയ മൃഗങ്ങളെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തു വിടാറുണ്ടായിരുന്നു. അത് ഇതുമായിട്ട് കൂട്ടിക്കഴിക്കല്ല, അതും ഇതേ നിയമം തന്നെ ആണ് എന്നതുകൊണ്ട് അപ്പോൾ ഒരാൾക്ക് എത്ര കഴിയുമോ അത്രയും ആവാം. ഏറ്റവും ചുരുങ്ങിയതാണ് ഒരാട്, അതിൽ കുറയാൻ പറ്റില്ല എന്നർത്ഥം. അതുപോലെ തന്നെ മാട് 7 ആൾക്ക് വരെ ഒന്നിൽ ഷെയർ ചേരാം. ഒരു പോത്ത് അതല്ലെങ്കിൽ ഒരു മൂരി അറക്കുന്നതിൽ അല്ലെങ്കിൽ ഒട്ടകത്തിൽ വേണമെങ്കിൽ 7 ആൾക്ക് വരെ ഷെയർ എടുക്കാം. 8ാമതൊരാൾ കൂടിയാ പിന്നെ ഒന്നും മതിയാവൂല. അതൊന്നും അറിയില്ല. ഇപ്പൊ നാട്ടിലിപ്പോ പല കോലത്തിലാ. മുമ്പൊന്നും തീരെ ഇല്ലായിരുന്നു. ഇപ്പൊ അതിങ്ങോട്ട് മത്സരാക്കിയിട്ട് ഓരോ പള്ളിയിലും എത്രയെന്നില്ല. എന്നിട്ട് അതെങ്ങനെയാണ് അതിന്റെ ഷർത്തും മസലും വറുതും മസലിന്നും നോക്കിയിട്ടല്ല. 100 റുപ്യ കൊടുക്കാൻ കഴിയണോ 100 കൊടുക്കുക, 10,000 കൊടുക്കാൻ കഴിയണോ 10,000 കൊടുക്കുക, അവനാട് ഒക്കെ കൂട്ടിയിട്ടാണ് ഇറക്കുക. അങ്ങനെയൊക്കെ ഉണ്ട് പണി. പോരിശ മാത്രം പറഞ്ഞു കൊടുത്തിട്ട് ആളെ തലയിൽ ഇങ്ങോട്ട് കയറ്റും. എന്നിട്ട് അതിന്റെ നിയമം വകുപ്പൊന്നും പറഞ്ഞു കൊടുക്കൂല. അപ്പൊ പിന്നെ എന്താ കയ്യിൽ നോക്കി കൊടുക്കുക. അങ്ങനെ ഉലൂഹിയ്യത്തില്ല. ഉലൂഹിയ്യത്ത് ചുരുങ്ങിയത് മാടാണെങ്കിൽ 1/7 ആവണായി കുറഞ്ഞാൽ പിന്നെ ഉലൂഹിയ്യത്താവൂല. അപ്പൊ 7 ആൾക്കേ പരമാവധി ഒന്നിൽ ഷെയർ കൂടാനാവൂ. അതേ സമയത്ത് തന്നെ ഒരാള് ഒരു പോത്തോ കുട്ടനോ വിലക്ക് വാങ്ങിയിട്ട് അയാളുടെ ചെറിയ 3 മക്കൾക്ക് അക്കീക്ക അറുത്തിട്ടുണ്ടായിരുന്നില്ല. ഉദാഹരണം പറയാം, അക്കീക്ക അറുത്തിട്ടുണ്ടായിരുന്നു. ആരൊക്കെ 4 മക്കളായ അയാൾക്കുള്ളത്. മൂത്ത മോന് മാത്രമേ അക്കീക്ക പണ്ട് അറുത്തിട്ടുള്ളൂ. ബാക്കി 3 കുട്ടികൾ അതിന്റെ കീഴ്പോട്ടുണ്ട്. സംഗതി വശാല സാധിച്ചിട്ടില്ല. ഇപ്പൊ നമുക്ക് അൽഹംദുലില്ലാ സാമ്പത്തികമായിട്ട് കുറച്ച് ശേഷിയുണ്ട്. അപ്പൊ എന്താക്കുക, ഒരു ഉലൂഹിയ്യത്ത് ഇറക്കണം എന്ന് തോന്നി. അങ്ങനെ ഒരു നല്ല ഷർത്തൊത്ത ഒരു പോത്തിനെയോ അല്ലെങ്കിൽ ഒരു കാളയോ വിലക്ക് വാങ്ങിയിട്ട് അറക്കുന്നതിന് മുമ്പ് എന്താക്കുന്നു, എന്റെ 3 മക്കളുടെ അഖീഖയും ബാക്കിയുള്ളത് എനിക്കും കുടുംബത്തിനും വേണ്ടി ഉലൂഹിയ്യത്തും എന്ന് നിയ്യത്ത് ചെയ്തർത്ഥം ഒരു പോരായില്ല. 3 ആളുടെ 3 ബാക്കി 4 വീതം ഉണ്ടല്ലോ. ഈ 4 വീതം കൊണ്ട് അതിന് 7 1 വീതം ഉണ്ടായാലും ഉലൂഹിയ്യത്താകും. അപ്പൊ ബാക്കി 4 വീതം ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഇനിയിപ്പോ 5 കുട്ടികളുണ്ട്, 5 കുട്ടികൾക്ക് വേണ്ടിയിട്ട് 5 വീതം വെച്ചു, ബാക്കി 2 വീതം ബാക്കിയുണ്ട്. ഇല്ലെങ്കിൽ 6 ആൾക്കാണ്, 6 ആൾക്ക് വീതം വെച്ചിട്ട് 6 ആളത് അതിൽ ഒരാള് ഉലൂഹിയ്യത്തുകാരുണ്ട്, 2 ആള് ഹഖീഖത്തുകാരുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ടൊന്നും പ്രശ്നമില്ല. ഇങ്ങനെ നിയമപരമായ വ്യത്യാസം വരാത്ത 7 വരെ ഒരു മാടിൽ കൂടാം. 7 ആളും ഒരുപോലെ ഉലൂഹിയ്യത്താവണം എന്നില്ല. അങ്ങനെ വെച്ച് ബന്ധു നോക്കുമ്പോൾ കുറച്ച് സാധുക്കളുണ്ട്. ഒരു പോത്തിന് ഒരു ഞാൻ കൂടാന്ന് ഒരുത്തം പറഞ്ഞ്, ഒരു ഞാനും കൂടാന്ന് പറഞ്ഞു. വേറൊരാൾ പറഞ്ഞു ഒരു ഞാനും കൂടാ. അപ്പൊ 3 ആയി. ബാക്കി 4 ആളില്ല. അപ്പൊ അറക്കണ പോക്കരിക്കാക്കുണ്ട്. കച്ചവടക്കാരൻ നല്ല ഉരുണ്ടടാ, ബാക്കിയുള്ളത് ഞാൻ എടുത്തോളാ പറഞ്ഞു. മൂപ്പരടുത്ത് വിൽക്കാണ്ടാവും. അപ്പൊ ഈ 3 ആള് ആകെ 7 ആയിട്ട് വീതിച്ച് വില കിട്ടി. 3 ഓരിന്റെ ഇവരോട് പൈസ വാങ്ങി, ബാക്കിയുള്ളത് പോക്കർക്കാക്ക വിൽക്കുകയാണ്. വിരോധമില്ല. അയാള് 4 ഓരിയല്ലേ, അയാൾ വിറ്റോട്ടെ. നിങ്ങൾക്ക് എന്താ, ഇങ്ങളെ 3 ഓരിയല്ലേ, ആ 3 ഓരിയോ പോയിട്ടുള്ളൂ. അടുത്തൊന്നും പ്രശ്നമില്ല. അപ്പൊ വിൽപ്പനക്ക് വിഹിതം വെച്ചിട്ട് ബാക്കിയുള്ള വിഹിതം
ആയാലും വേണ്ടി അതൊക്കെ സ്വന്തം കയ്യാത്തവർക്കാട്ടോ. സ്വന്തം കയ്യുന്നവർക്ക് നല്ലത് ഒരാൾ മറ്റാരോടും ഷെയർ കൂടാതെ ഒന്നിച്ച് തന്നെ. കാരണം ആകെ ഷെയർ കൂടിയാലേ അവിടെ വരുമ്പോൾ ഇച്ചിരി വലുപ്പവും ചുരുക്കും ഉണ്ടാവുന്നല്ലാതെ ഒന്നൊന്നിനേക്കാരം. അപ്പൊ അതിമേലിങ്ങനെ നമ്മളെ മറ്റേ സ്കൂൾ കുട്ടികളെ ഓട്ടോറിക്ഷ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാവും 25 കുട്ടികളൊക്കെയാണ് ഒരു ഓട്ടോറിക്ഷ കൊണ്ടുപോയി. അതതിന് കോലെങ്ങനെ ആ കോലത്തിലുണ്ടാവും. മത്സരമൊക്കെ പോകുമ്പോൾ ഇവരിങ്ങനെ തിക്കി പിടിച്ചപ്പോ ചരിച്ച വലിയ തടിയന്മാർ ആദ്യം കയറി കിട്ടിയ മറ്റും അതിന്റെ ബാലിക്കുറ്റിക്കൽ ഇങ്ങനെ ഉയർന്ന് ഇരിക്കേണ്ടി എന്നാലും എത്തും. എത്താനെത്തും. എന്നാലും നമ്മള് അപ്പൊ കഴിയുമെങ്കിൽ ഒരാൾ ഒന്ന് തന്നെ ചെയ്യാണ് നല്ലത്. സാധിക്കില്ലെങ്കിൽ ഇങ്ങനെ ഷെയർ ചേർന്നും ചെയ്യാം. ആ ഷെയർ ചെയ്യുന്നത് തന്നെ ഇങ്ങനെയാവാം. ഇത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെ പലരും നാട്ടു നടപ്പനുസരിച്ച് മൂത്ത കുട്ടികൾക്ക് ആക്കിക്ക് അറുത്തിട്ടുണ്ടാവുള്ളൂ. പിന്നെ സാമ്പത്തികമായിട്ട് നല്ല കഴിവുള്ളവരൊക്കെ എപ്പോഴും അറക്കാറുണ്ട്. ഒരു ഇടത്തരക്കാരൊക്കെ ഓരോന്നിനും അറക്കാറ് കുറവാ. അതും കൂടി ഇതിലൂടെ പരിഹരിക്കാൻ കഴിയും എന്നർത്ഥം. ഇപ്പോ 6 ആളത് വരെ അങ്ങനെ ഷെയറാക്കിയിട്ട് ഒരു നമ്മൾ ഉദുഹിയത്താക്കിയാലും നിയമത്തിൽ കാര്യമായിട്ട് മാറ്റില്ല. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉദുഹിയത്തിന് വേണ്ടിയിട്ട് നേർച്ചയാക്കുകയോ ഒരു നിശ്ചിത വിഹിതത്തെ നമ്മൾ വാങ്ങിയിട്ട് അതിനുവേണ്ടി നിർണയിച്ചിടുകയോ ചെയ്താൽ അത് നിർബന്ധമായി തീരും, ഫർളായി തീരും. നേർച്ച കൊണ്ടും നിർണയിക്കൽ വസ്തു മൃഗത്തിനെ പ്രത്യേകം നിർണയിക്കൽ കൊണ്ടും ഇത് ഉദുഹിയത്തിറക്കാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചതായി, ഇത് ഞാൻ ഉദുഹിയത്തിറക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു മൃഗത്തെ നിർണയിച്ചു കഴിഞ്ഞാൽ അത് വുജൂബായി കഴിഞ്ഞു. വുജൂബായത് പിന്നെ ഫക്കീർ മിസ്കീമാർ എന്ന് പറയുന്ന സക്കാത്ത് വാങ്ങാൻ പറ്റുന്നവർക്ക് തന്നെ കൊടുക്കൽ വുജൂബാകും. അതിൽ നിന്നിട്ട് നമ്മൾ ഒട്ടും എടുക്കാൻ പാടുള്ളതല്ല, കഴിവുള്ള ആളുകൾക്ക് കൊടുക്കാനും പാടുള്ളതല്ല. അതേസമയത്ത് സുന്നത്തായ ഉദുഹിയത്താണെങ്കിൽ അതിൽ നിന്ന് വിൽക്കാൻ ഏതായാലും പാടില്ല. അത് സാധുക്കൾക്ക് കൊടുക്കുകയും അതോടുകൂടി കഴിവുള്ള ആളുകൾക്ക് ഹദിയായി കൊടുക്കുകയും നാം തന്നെ കുറെ എടുക്കുകയും ചെയ്യാം. സുന്നത്ത് ഏറ്റവും നല്ലത് ബർക്കത്തിന് വേണ്ടി സുന്നത്തായ ഉദുഹിയത്തിൽ നിന്ന് അല്പം നമ്മൾ എടുക്കാതെ, ഹക്കീക്കത്താണെങ്കിലും അങ്ങനെ തന്നെ നമ്മുടെ കുട്ടികളെ ഹക്കീക്കത്താർക്കുമ്പോഴും അത് തന്നെ വിധി, കുറച്ച് നമ്മൾ എടുക്കുക. അത് ഏറ്റവും നല്ലത് കരളിൽ നിന്നാണ്. അല്ലാത്ത എടുത്തുകൂടാന്നല്ല, ഏതും എടുക്കാം. പക്ഷെ കൂടുതൽ ഉത്തമം കരളിൽ നിന്നിട്ട് അല്പം എടുത്തിട്ട് അത് കഴിക്കൽ ഈ കുടുംബത്തിനും ഈ അർത്ഥവർക്കും പ്രത്യേകം സുന്നത്താ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 100 മൃഗങ്ങളെ ഹജ്ജത്തുൽ വദാഇന്റെ സമയത്ത് ബലിയർത്തിട്ട് അതിമെന്ന് 100 എണ്ണത്തൊന്നും കഷ്ണം മുറിച്ചെടുത്തിരുന്നു. കഷ്ണം മുറിച്ചെടുത്തിട്ട് അത് വേവിച്ച് ആ മാംസത്തിൽ നിന്നും അതിന്റെ കറിയിൽ നിന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ അഹ്ലു ബൈത്തും ഉപയോഗിച്ചിരുന്നു. അപ്പൊ അതൊരു സുന്നത്താ. സുന്നത്തായതിൽ നിന്നിട്ടോ വാജിബായതിൽ നിന്നിട്ട് ഉദുഹിയത്താണെങ്കിലും എടുക്കാൻ പറ്റൂല, അഖീഖയാണെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റൂല, ഹദിയാണെങ്കിലും എടുക്കാൻ പറ്റൂല. വുജൂബാണെങ്കിൽ നേർച്ചയാക്കിയ വുജൂബാകും. മൃഗത്തെ നിർണയിച്ചുകൊണ്ട് ഇന്നതിനാണ് എന്ന് വാക്കാൽ പറഞ്ഞാൽ അപ്പോഴും എന്താവും, വുജൂബായി പോകും. വുജൂബായാൽ പിന്നെ അത് സദഖ ചെയ്യൽ തന്നെ വുജൂബാണ്. സുന്നത്താണെങ്കിൽ പിന്നെ നമ്മൾ പറയേണ്ടി വന്നാൽ എന്താ പറയാ, ഇത് സുന്നത്തായ ഉദുഹിയത്തിനാന്ന് പറഞ്ഞാൽ ഇന്നൊരു പ്രശ്നമില്ല. ഇത് ഉദുഹിയത്ത് ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചതാണെന്ന് പറഞ്ഞ് മാത്രമെങ്കിൽ അത് വുജൂബായി പോകും. വുജൂബായ മോശമല്ല, കൂലി കൂടുതൽ കിട്ടും. പക്ഷെ പ്രശ്നം നിയമപരമായ വിഷമം വരും. അത് പാവപ്പെട്ടവർക്ക് സദഖ പൂർണ്ണമായിട്ടും സദഖ ചെയ്യൽ വുജൂബായി മാറും. അത്യാവശ്യം നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആളുകളുണ്ട്, കഴിവുള്ളവരാ, അവർക്കും നമ്മളിങ്ങനെ കാര്യമായിരിക്കുമ്പോൾ കുറച്ച് കൊടുക്കണ്ടേ, അതിന് പറ്റൂല. അതുപോലെ തന്നെ നമ്മൾ ഇത്തരം ഒരു മൃഗത്തിനെ അറുത്ത് ബലി കൊടുത്തിട്ട് ഒരല്പം തന്നെങ്കിലും നമ്മൾ എടുക്കണ്ടേ, അതും പറ്റൂല. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. അതേസമയത്ത് കൂലി കൂടുതൽ കിട്ടും, നിർബന്ധമായി അതിന് കൂലി കിട്ടും. പക്ഷേ പറയേണ്ടി വരും, ഇങ്ങനെ പറയാതെ സുന്നത്തായ ഉദുഹിയത്ത് ഈ മൃഗത്തെ സുന്നത്തായ ഉദുഹിയത്ത് ഇറക്കാനുള്ളതാണ് എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല. അപ്പോ സുന്നത്താണെങ്കിൽ അതും തന്നെ മുഴുവൻ സദഖ ചെയ്യലാണ് കൂടുതൽ നല്ലത്. എന്നാൽ അല്പം ബർക്കത്തിന് വേണ്ടി എടുക്കാം, അത് സുന്നത്ത് തന്നെ. 3 രീതിയിൽ ചെയ്യാം. കുറച്ച് സാധുക്കൾക്ക് സദഖ ചെയ്യുക, ബാക്കി അല്പം കഴിവുള്ള ആളുകൾക്ക് ഹദിയായി കൊടുക്കുക, അല്പം നമ്മൾ കുടുംബത്തിലും എടുക്കാം. 3-1 കൊടുക്കുകയും സാധുക്കൾക്ക് കൊടുക്കുകയും 3-1 കഴിവുള്ളവർക്ക് ഹദിയ കൊടുക്കുകയും 3-1 സ്വന്തം കുടുംബം എടുക്കുകയും ചെയ്യാം. സുന്നത്തല്ല, അങ്ങനെ ആവാം. പക്ഷേ നല്ലത് അല്പം മാത്രം ബർക്കത്തിനെടുത്ത് ബാക്കി മുഴുവനും സദഖ ചെയ്യലാവുന്നു. ഇത് ശ്രദ്ധിക്കാതെ പോകുന്ന ഇതാണ്. ആളുകളോടൊക്കെ അങ്ങനെ പറയും, ഒരു മൂരിക്കുട്ടനെ, നല്ലൊരു മൂരിക്കുട്ടനെ വാങ്ങി കെട്ടിന്ന്, എന്താ ഒരു മൂരിയൊക്കെ അത് കൊല്ലം ഉദുഹിയത്തിറക്കാൻ തീരുമാനിച്ചു, അതിനുള്ളതായി. എന്നിട്ട് പിന്നെ അതിന്റെ ഭൗതി ഇവിടെ തന്നെ പെരയെടുത്ത് വെച്ചിട്ട് കറി വെച്ച് കൂട്ടും. അവിടെ പ്രശ്നം, അതിമ്പോ തൊടാൻ പറ്റൂല. എന്നെ മുഴുവൻ സദഖ കൊടുത്തോളണം, അതിനൊരു കഷ്ണം എടുക്കാൻ പാടില്ല, ഹറാമ.
അത് ശ്രദ്ധിക്കണം. അങ്ങനെ പറയേണ്ടി വന്നാൽ കൊല്ലം സുന്നത്തായ ഒരു ഉദയത്തിറക്കാൻ തീരുമാനിച്ചാണ്. അതിനാണെന്ന് പറഞ്ഞാൽ ഇയാളെപ്പോ ഒരു സുന്നത്തും പറഞ്ഞു അത് ഓലും അങ്ങനെ പറഞ്ഞോട്ടെ, നിങ്ങൾ അങ്ങനെ പറഞ്ഞോട്ടെ, നിങ്ങൾ അടിയാക്കാന്നല്ല. അതാണ് അങ്ങനെ പറഞ്ഞാൽ അവനെ പ്രശ്നമില്ല. മരിച്ചുപോയവർക്ക് വേണ്ടി ഉദൂഹിയത്ത് അറക്കണമെങ്കിൽ അവർ വസിയത്ത് ചെയ്തിരിക്കണം. അതേ സമയത്ത് നമ്മൾ ഉദൂഹിയത്ത് അറുത്തിട്ട് അതിന്റെ പ്രതിഫലം ആർക്കും ആക്കാം. നമ്മൾ യാസീൻ ഓതിയിട്ട് ദ്വാരക്കണില്ലേ, ഖത്ത് ഓതി ദ്വാരക്കണില്ലേ, അതിപ്പോ ആർക്കും ചെയ്തൂടെ? നമ്മളിപ്പോ ഒരു ഫാത്തിയോ മറ്റേ കൗമിനെ ആകെപ്പോ നമ്മളെ പറ്റിയുള്ള ഒരു ആശയപ്പോ അതാ ഒരു ഫാത്തിഹ ആദ്യം ഓതിയിട്ടുണ്ടാകും. എന്നിട്ട് ആദം നബി അലൈഹി സ്വലാം മുതൽക്ക് മുത്തുനബി വരെയുള്ള എല്ലാ അമ്പിയാക്കന്മാരും, പിന്നെ ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ ഔലിയാക്കന്മാരും, പിന്നെ സ്വതാക്കന്മാരായിട്ടുള്ള മുഴുവൻ സ്വതാക്കന്മാരും, അതിന്റെ പുറമെ കഴിഞ്ഞുപോയ മുഴുവൻ ആകെ ഇയാളിപ്പോ ഒരു ഫാത്തിഹ ഓതിയിട്ടുണ്ടാവും. ഇതൊക്കെ പാട് ഉണ്ടാവുമോന്ന് സാധുക്കൊക്കെ നിങ്ങൾ നോക്കണോ ഉണ്ടാവുമോ ഇല്ല എന്നുള്ളത് കൊടുക്കുന്നോ റബ്ബല്ലേ? കൊടുക്കുന്നോ റബ്ബല്ലേ? നമ്മൾ അന്നതുപോലെ ആർക്കും സവാബ് പ്രതിഫലം മതിയാക്കാം. അതുകൊണ്ട് വിരോധമില്ല. ഉദാഹരണം, നമ്മൾക്ക് നല്ല കഴിവുണ്ട്, ബാപ്പ മുമ്പ് കഴിവില്ലാത്ത കാലത്ത് തന്നെ മരിച്ചു പോയതാണ്, ഉമ്മ നമുക്ക് കഴിവില്ലാത്ത കാലത്ത് മരിച്ചു. എപ്പോൾ ഇന്ന് അൽഹംദുലില്ലാഹ് നമ്മൾ അധ്വാനിച്ചിട്ടോ കച്ചവടം ചെയ്തിട്ടോ ബിസിനസ് പലതുമായിട്ട് ഇപ്പൊ നല്ല നിഅമത്താണ്. അപ്പൊ അവരെ പേരിലൊന്നും ഇറക്കാന്ന് വെച്ചാൽ നിവൃത്തിയില്ല. കാരണം ഒരു വസിയത്ത് ചെയ്തിട്ടില്ല. കാരണം അവർ പോകുന്ന സമയത്ത് അങ്ങനത്തെ ചുറ്റുപാട് നമുക്ക് സാമ്പത്തികമായിട്ടില്ല. എങ്കിൽ നിങ്ങളൊന്നും ബേജാറാണ്ട. നമ്മൾ ഒരു 2 3 നമ്മളെ കഴിവുപോലെ അർത്ഥോളി അറുത്തിട്ട് നമുക്ക് തന്നെ ഇറക്കുന്നത്. അറുത്ത് കഴിഞ്ഞിട്ട് വരാം. ഈ ഒന്നിന്റെ പ്രതിഫലം എന്റെ ഉമ്മാക്ക് ഞാൻ അതിയാക്കി, ഒരു മൃഗത്തിന്റെ പ്രതിഫലം എന്റെ വാപ്പാക്ക് അതിയാക്കി, ബാക്കി ഒന്നിന്റെ പ്രതിഫലം ഞാൻ എന്റെ മരിച്ചുപോയ കുടുംബത്തിൽപ്പെട്ട ബാക്കിയുള്ളവർക്ക് വേണ്ടി. നിങ്ങൾക്ക് അതുകൊണ്ട് കൂലിയൊന്നും കുറയില്ല. അപ്പൊ നമ്മൾ അർത്ഥ കാണിഞ്ഞപ്പോ ഓൾക്ക് അതിയാക്കി എന്നതുകൊണ്ട് നമ്മുടേത് നമുക്ക് തന്നെ ലഭിക്കും. നമ്മൾ അർത്ഥത്തിന്റെ പ്രതിഫലം നമുക്ക് തന്നെ കിട്ടും. പക്ഷേ അതിന്റെ സവാബ് പ്രതിഫലം ഇങ്ങനെ നമ്മുടെ കുടുംബത്തിൽ നിന്നിട്ട് മരണപ്പെട്ടു പോയി, അല്ലെങ്കിൽ നമ്മുടെ ഉസ്താദന്മാരിൽ നിന്നിട്ട് മരണപ്പെട്ടു പോയി, അത്യാവശ്യം നമുക്ക് വേണ്ടപ്പെട്ട അടുത്ത സുഹൃത്തുക്കളിൽ നിന്നിട്ട് മരണപ്പെട്ടു പോയി, അവർക്ക് വേണ്ടി പ്രതിഫലം മതിയാക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. അവർക്ക് കൂലി കിട്ടും. അവർക്ക് കൂലി കിട്ടുന്നതോടുകൂടി തന്നെ നമ്മൾ ചെയ്തതിന്റെ പ്രതിഫലം നമുക്ക് തന്നെ യാതൊരു കുറവുമില്ലാതെ ലഭിക്കും. അത് നമ്മൾ ചിന്തിച്ചാൽ കിട്ടുന്ന വലിയൊരു മഹത്വമാണ്. അവരെ പേരിലറക്കണമെങ്കിൽ വസിയത്ത് വേണം. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു എല്ലാ വഫാത്ത് വരെ എല്ലാ കൊല്ലവും 2 മൃഗത്തെ ഉളുഹിയത്തർക്കുമായിരുന്നു. ഒന്ന് തനിക്കും കുടുംബത്തിന് വേണ്ടിയും, ഒന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയും. അതിന് കാരണം പറഞ്ഞത് വഫാത്തിന് മുമ്പ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചുകൊണ്ട് മഹാനായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്, നീ എനിക്ക് വേണ്ടി കൊല്ലം തോറും ഉളുഹിയത്തർക്കണം. അതിന് തങ്ങളും അലി ഇബ്നു അബീ ത്വാലിബും തങ്ങളുള്ള പ്രത്യേക ബന്ധമാണ്. ഇൻഷാ അല്ലാഹ് ആ ഭാഗം നമ്മുടെ അടുത്ത ചർച്ചയിൽ വരും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വസിയത്തുള്ളത് കൊണ്ട് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ തറത്തിരുന്നു. ഈ അടിസ്ഥാനത്തിൽ വസിയത്തുണ്ടെങ്കിൽ അർക്കാം, വസിയത്തില്ലെങ്കിൽ സ്വന്തം അറുത്തിട്ട് പ്രതിഫലം അവർക്ക് ഹദിയാക്കാം. പ്രതിഫലം കിട്ടും, നമ്മൾ അറുത്ത് നമുക്ക് തന്നെ. പക്ഷെ കൂലി അല്ലാഹു തആല വലിയ വിശാലമായ കൂലി ഇരുന്നവനാണ്. ആട്ടെ, അപ്പൊ ഐബില്ലാത്ത മൃഗമായിരിക്കണം. കൂട്ടത്തിൽ നല്ലത്, സൗന്ദര്യമുള്ളത്, കഴിയുമെങ്കിൽ വെള്ള നിറത്തിലുള്ളത് പറഞ്ഞാൽ വെളുത്ത പോത്തിന് കിട്ടണം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുന്നാൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അല്ല, അത് വേണമെന്നല്ല, നല്ലത് അതാണ്. ഒരു നല്ല വെളുത്തൊരു കാളക്കുട്ടിയുണ്ട്, ഏറ്റവും മുന്തിയതാ വെളുപ്പ്. നിറത്തിൽ ഏറ്റവും മുന്തിയത് വെളുപ്പാണ്. ശുദ്ധമായ വെളുപ്പുള്ള മൃഗത്തിന് മാംസത്തിന് തന്നെ ഗുണമുണ്ട് എന്നൊക്കെയാണ് മഹാന്മാരായ ഇമാമുകൾ പറഞ്ഞു കാണുന്നത്. എന്തോ അല്ലാഹു റസൂലുവായാലും ഏതായാലും ആവട്ടെ, ആകർഷകമാണത്. അതുപോലെ തന്നെ കണ്ടാൽ സൗന്ദര്യം തോന്നുന്ന ആകർഷണീയമായ സൗന്ദര്യമുള്ള മൃഗങ്ങളെ പ്രത്യേകം തെരഞ്ഞെടുത്ത്, കൂട്ടത്തിൽ വില കൂടുതലുള്ളത് നോക്കി തെരഞ്ഞെടുത്ത് ഒക്കെ ചെയ്യാൻ പറ്റുന്നവർ, സാമ്പത്തികമായ സൗകര്യമുള്ളവർ അങ്ങനെ ചെയ്യാം. ഇല്ലാത്തവർ ഒരു ഇടത്തരം നിന്ന് മോശമില്ലാത്ത ഐബൊന്നും ഇല്ലാത്ത ഗുണങ്ങളൊത്തത് ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതി നമുക്കുള്ളൂ, മതി. അതിന് പോരായൊന്നുമില്ല. അതേ സമയത്ത് ഐബുള്ളത് പറ്റുന്നതല്ല. ഇവിടെ പ്രത്യേകം ഉണർത്തേണ്ട ഒരു കാര്യം, ഈ നല്ല കുട്ടനെയാണല്ലോ നമ്മൾ അറുക്കുക. മൂരിയാണെങ്കിലും പോത്താണെങ്കിലും അധികം കുട്ടനെ തന്നെ ആ ശർത്തൊന്നുമില്ല, നല്ലത് അതാണ്. ഇത് വല്ലാതെ ആരോഗ്യമുള്ള ജീവിയായിരിക്കും, നല്ല പ്രായമാണ്, നല്ല ശരീരവും. അപ്പൊ തള്ളിയിട്ടാൽ ഈ മൃഗം ഒതുങ്ങിക്കിട്ടൂല. അപ്പൊ അതിന് അറിവുകാരെന്ത് ചെയ്യും? ഇത് ഓരോന്നിനുണ്ടല്ലോ പ്രത്യേകം പരിചയമുള്ള ആളുകൾ. ഈ അറിവിൽ നല്ല വിദഗ്ധരായ പരിചയമുള്ള പിടുത്തക്കാരാണെങ്കിൽ അവർ ഈ തള്ളിയിട്ട് കിടത്തിയ മൃഗത്തിന്റെ തല ഒന്നെടുത്തിട്ട് ഇങ്ങനെ കുത്തും, കൊമ്പ് ഇങ്ങനെ കുത്തുക ചെയ്യുക. അത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കരുത് ഉളുഹിയത്തിലും അഖീഖത്തിലും.
നമ്മളെ കാശ് വെറുതെ പോവും. എന്തിനാണ് കുത്തുന്നത് ഞങ്ങൾക്ക് അതറിയില്ല. ഈ ഇങ്ങനെ കുത്തു കഴിഞ്ഞാൽ ഇത് കുത്തുന്നതോടൊരു കൗത്ത് ഇവിടെ പൊട്ടും. അതിനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കുത്തുന്നത്. എന്തിനാ പറഞ്ഞാൽ ഇത് ഒരുവിധം പിടിച്ചാൽ നിൽക്കൂല ഈ സാധനം, കൊതറി ഓടും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് നല്ല വിദഗ്ധരായ പിടുത്തക്കാരാണെങ്കിൽ രണ്ടാളുടെ മതി. എങ്ങനത്തെ പോത്താണെങ്കിലും ഒരാൾ നല്ല ഭാഗത്ത് നിൽക്കും, ഒരാൾ കാലിന്റെ ഭാഗത്ത് നിൽക്കും. അതേസമയത്ത് നമ്മൾ 25 ആളുണ്ട് പിടിക്കണമെങ്കിൽ. അവരെ പിടുത്തത്തിന്റെ രഹസ്യം അതാവുന്നു. ഈ കുത്തി കഴിഞ്ഞാൽ കൗത്ത് പൊട്ടിയാൽ സാധനം മൈബായി. ഇനി ഉളുഹിയ്യത്തിന് അത് പറ്റൂല, ഇനി ഹഖീഖത്തിനും അത് പറ്റൂല. ഈ ഇറച്ചി കച്ചവടത്തിനേ പറ്റുള്ളൂ. ഇത് നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മളിനാണ്ട് പോയി നോക്കുന്നില്ല. അതാണ് പ്രശ്നം. നമ്മളങ്ങോട്ട് പോയി നോക്കുന്നില്ല. ആരാണോ ഉളുഹിയ്യത്ത് അറുക്കുന്നത്, ആരാണോ ഹഖീഖത്ത് അറുക്കുന്നത്, അവൻ തന്നെ അറുക്കലാണ് സുന്നത്ത്. അവനതിന് സാധ്യമല്ലെങ്കിൽ ഈ ബലിമൃഗത്തിന്റെ തൊട്ടടുത്തവൻ വന്ന് നിൽക്കുകയും മറ്റൊരാളെ കൊണ്ടർപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. മതിയായിരിക്കുന്നു. ഫാത്തിമത്ത് സുഹ്റ റളിയല്ലാഹു തആല അൻഹയെ അടുത്ത് വിളിച്ചു നിർത്തിക്കൊണ്ടായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് നടത്തിയിരുന്നത്. പുറത്തിറങ്ങാത്ത മനുഷ്യനാണ് മതിയായിരിക്കുന്നു ഫാത്തിമത്ത് സുഹ്റ റളിയല്ലാഹു. എന്നിട്ട് അറക്കണോടത്ത് മോളെ നിനക്ക് വേണ്ടിയിട്ടാണ് ഉളുഹിയ്യത്ത് ഇറക്കുന്നത്, നീ വാന്ന് പറഞ്ഞിട്ട് വന്ന് അടുത്ത് നിർത്തിയിട്ടായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വീട്ടുകാർക്ക് വേണ്ടി ഇറക്കുമ്പോ ആ വീട്ടുകാരടുത്തുണ്ടാവണം, മുറ്റത്ത് വെച്ചിട്ട് ഇറക്കാൻ വേണ്ടത്. അതാ സുന്നത്ത്. അപ്പൊ ഇയാള് തന്നെ ചെയ്യണം. ഇയാൾ ചെയ്യുന്നില്ലെങ്കിൽ ഇദ്ദേഹം അവിടെ ഹാജരാവണം. അത് പ്രത്യേകം മക്കതായ സുന്നത്താണ്. ഇല്ലെങ്കിൽ ഉളുഹിയ്യത്താവും. അപ്പൊ നമ്മൾ ഇവിടുന്ന് പൈസ കൊടുത്തിട്ട് നാട്ടിലൊക്കെ ഇറക്കണില്ലേ? അപ്പൊ നമുക്ക് എത്താൻ കഴിയില്ലല്ലോ. അതൊക്കെ ഒരു ജാതി മസാലയാണ്. അപ്പൊ ഇരിക്കാണ്ട് കടന്നാ പിന്നെ സമയം നീളു. ഞാനിപ്പോ അതിന് സന്ദർഭം തന്നെ തരുന്നില്ല, പ്രശ്നം തരുന്നല്ലോ. അതൊക്കെ അങ്ങനെയാണ്. നഖലിന്റെ വിധി ഇറങ്ങിയാല് പ്രശ്നങ്ങള് അവിടുന്ന് തുടങ്ങാം. അപ്പൊ നമ്മൾ ഈ പറഞ്ഞു പോകുന്ന ഈ ഭംഗിയൊന്നും പിന്നെ കിട്ടൂല. ഇടയ്ക്ക് സംശയങ്ങളും നിഷ്കാലും മറുപടിയായിട്ട് അങ്ങനെ പോയി. ഏതായാലും ആട്ടെ, അവിടെ ഈ ഹാജരാകലും അവനുള്ള സ്ഥലത്ത് ഇറക്കലുമാണ് വേണ്ടത് എന്നാണ് നിയമം. അങ്ങനെ ഇവൻ ഇറക്കുന്നില്ലെങ്കിൽ ഇവർ നിന്ന് ഇറക്കുമ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അറിവുകാരോട് പറയാ, വേണമെങ്കിൽ 2 ആളെ കൂടുതൽ നിങ്ങൾ കൂട്ടിക്കോളി, എന്നാലും കൊമ്പ് കുത്തി കൗത്ത് പൊട്ടിക്കരുത് എന്ന് തന്നെ പറയണം. കൊമ്പ് കുത്തുന്നതിന്റെ ഉദ്ദേശം കൗത്ത് പൊട്ടിക്കാനാ. കാരണം ഇനി അതെന്തായാലും ആ കാല് കണ്ട് അയച്ചിട്ടാലും എഴുന്നേറ്റതോടൂല, പടിയേ ഉള്ളൂ. ഇത് പൊട്ടിയില്ലേ? ഇവിടെ കെണിപ്പാതെ ഈ കെണിപ്പ് ഇങ്ങനെ കുത്തുന്നതോടുകൂടി കെണിപ്പ് പൊട്ടും. ബൈ വേണ്ട, നമ്മള് കെട്ടി തള്ളിയിടുന്നതിന്റെ മുമ്പ് ഒന്ന് പെടഞ്ഞ് കാല് പൊട്ടിപ്പോയി കലാസ്. ഇനി ഉളുഹിയ്യത്ത് ഇറക്കാനോ ഹഖീഖത്ത് ഇറക്കാനോ പറ്റൂല, നീ ഇറച്ചിക്കേ പറ്റൂ. അറിവ് കഴിയുന്നത് വരെ ഐബുണ്ടാവാൻ പാടില്ല എന്നാ. അറിവ് പൂർത്തിയാവുന്നവരെ ഐബ് വരാൻ പാടില്ല. പലപ്പോഴും സംഭവിക്കുന്നതാണ്. കുറച്ച് നല്ല മൃഗങ്ങളേക്കാരും വില കൊടുത്ത് വാങ്ങുക, നല്ല സൈസ്. അപ്പൊ അതിനെ കെട്ടി തള്ളിയിടുന്ന സമയത്ത് ഇത് പെടഞ്ഞിട്ടും ചാടിയിട്ടും ഒക്കെ ആയിട്ട് കാലും കയ്യൊക്കെ പൊട്ടാൻ സാധ്യതയുണ്ട്. പൊട്ടിയാൽ പിന്നെ അത് ഉളുഹിയ്യത്ത് പറ്റൂല. കൗത്ത് ഇവര് പൊട്ടിക്കുകയാണ്, പൊട്ടുകയല്ല പൊട്ടിക്കുകയാണ്, അതും പറ്റൂല. ഇങ്ങനെ ഐബില്ലാത്ത മൃഗത്തെ അറുത്താലേ സഹിയാവൂ. അല്ലെങ്കിൽ മാംസത്തിന് സദഖ ചെയ്ത കൂലിയിട്ടും ഉളുഹിയ്യത്തിന്റെ പ്രതിഫലം ലഭിക്കുന്നതല്ല. ഇങ്ങനെ ഉളുഹിയ്യത്ത് അറുത്തു കഴിഞ്ഞാൽ അറുക്കുന്നവർക്കോ മറ്റ് അതിന്റെ മാംസത്തിന്റെ പണിയെടുക്കുന്നവർക്കോ ഇതിന്റെ മാംസം കൂലിയായി കൊടുക്കാൻ പാടില്ല. അവർക്കും എല്ലാവർക്കും കൊടുക്കുമ്പോൾ സദഖ കൊടുക്കാം, കൂലി വേറെ തന്നെ കൊടുക്കണം. നമ്മൾ സാധാരണ ചെയ്യാറ് കൂലി കൊടുക്കും, അതിന്റെ പുറമെ തൊലി അവർക്കായിട്ട് സദഖയായിട്ടും കൊടുക്കും, അതിനും കേടില്ല. അതേസമയത്ത് അർത്ഥവർക്ക് കൂലിയായിട്ട് തോല് കൊടുത്തു, നിങ്ങളെ ഉളുഹിയ്യത്ത് തന്നെ അല്ലാതായി കഴിഞ്ഞു. ഉളുഹിയ്യത്ത് തന്നെ ഉളുഹിയ്യത്ത് അല്ലാതായി കഴിഞ്ഞു. കാരണം എന്തുകൊണ്ട്? ഇതിൽ നിന്നിട്ട് കൂലി കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒന്ന്, മറ്റൊന്ന് തോല് കൂലിക്കായിട്ട് വിറ്റ് കഴിഞ്ഞു. നിങ്ങള് ഉളുഹിയ്യത്തിന്റെ ശരീരഭാഗത്തിൽപ്പെട്ട ഒന്നും തന്നെ വിലക്ക് വിൽക്കാൻ പാടുള്ളതല്ല. വാങ്ങിയവർക്ക് പറ്റും, അർഹതപ്പെട്ടവർ വാങ്ങിക്കഴിഞ്ഞാൽ ഊമ്പിന് ഇഷ്ടമുള്ള ചെയ്തോട്ടോ വിറ്റാലും വേണ്ടില്ല, അല്ല ഓൻ ആവശ്യത്തിന് ഉപയോഗിച്ചാലും വേണ്ടില്ല, ബാക്കിയുള്ളവർക്ക് ഹദിയ കൊടുത്താലും വേണ്ടില്ല, അതിന് വിരോധമില്ല. അതേസമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല? വിലക്ക് വിൽക്കാൻ കൂലിയായിട്ട് തോല് കൊടുക്കാൻ പാടില്ല. സാധാരണ അറിവ് പണിക്കാർക്ക് കൊടുക്കുന്ന കൂലി എത്രയോ അത് കൃത്യമായും കൊടുക്കണം. അതിന്റെ പുറമെ നിങ്ങളോർക്ക് തോല് കൊടുത്തോളി, സദഖയായിട്ട് ഒരു വിറ്റോട്ടെ. സദഖയായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഓരോടമേ ഓരിഞ്ഞെന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാൻ പാടില്ല, ആവശ്യമില്ല. അതേസമയത്ത് സുന്നത്തായ സദഖന്റെ തോല് നമുക്ക് ഉപയോഗിക്കാം, നമുക്ക് വിൽക്കാൻ പറ്റൂല, വാടകയ്ക്ക് കൊടുക്കാൻ പറ്റൂല, ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താം. ഫർളായതിൻ്റെതാണെങ്കിൽ ഇത് മുഴുവനും
സക്കാത്ത് വാങ്ങാൻ പറ്റുന്ന ഫക്കീർ മിസ്കീന്മാർക്ക് തന്നെ കൊടുക്കണം, അല്ലാതെ ഒന്നും പാടില്ല, തോലുൾപ്പെടെയെല്ലാം. പലയിടത്തും തോല് കൂലിയായിട്ട് കൊടുക്കാറുണ്ടായിരുന്നു അല്ലേ? പലപ്പോഴും ഉണ്ട്. ഇപ്പോഴും അറിയാത്ത ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്. വളരെ കൂടുതൽ ഫിഖ്ഹിന്റെ ആലിമീങ്ങൾ കഴിഞ്ഞുപോയ പടിഞ്ഞാറ്റുമുറി സാധാരണ ചെയ്യാറുണ്ടായിരുന്നത് എന്താ, അവിടെ വലിയ ആലിമീങ്ങൾ ധാരാളം കഴിഞ്ഞുപോയ പ്രദേശമാണ്. അവിടെ നടന്നു വന്നിരുന്നത്, ഞാൻ അവിടെ ദർശനം നടന്നപ്പം, ഞാൻ ഓദ്യ സ്ഥലമാണ്, ദർശിനി എന്ന സമയത്ത് അവിടെ നടക്കുന്ന ഉദുഹിയത്തർത്ത് കഴിഞ്ഞാൽ ആ അർത്ഥ കൂട്ടര് തന്നെ ഇങ്ങനെ 6-7 ആളൊക്കെ കൂടിയിട്ട് കുറെ ആളുകൾ കൂടി അറക്കും. ഈ അർത്ഥം തന്നെ കൊണ്ടുപോയിട്ട് മലപ്പുറത്ത് കൊണ്ടുപോയിട്ട് തോല് വെക്കും. ആ വിറ്റ കാശൊക്കെ വാടെ കൊണ്ടുവന്നിട്ട് കുട്ടിയോല്ലാരെ പേരിൽ എത്തിങ്ങാനുണ്ട്, ഈ കൊണ്ടുപോയിട്ട് സർക്ക് ചെയ്യും. നല്ല കാര്യമാണ്, കൊടുത്തോട്ടെ. പക്ഷേ എന്ത് പറ്റൂല, നിങ്ങൾ അർത്ഥോല് കൊണ്ടുപോയി വിറ്റുകാണ്ട് കാശ് കൊണ്ടുപോയി ഇവിടെ കൊടുക്കാൻ പറ്റൂല, ഉദുഹിയത്ത് നഷ്ടപ്പെട്ടും. അത് പറഞ്ഞപ്പോ അവിടെ പ്രശ്നമായി, രണ്ടു കൂട്ടർക്ക് പ്രശ്നമായി. ഒന്ന് വലിയ വലിയ ആലിമീങ്ങളും മമ്മൂണിയുള്ളവർ പാപ്പയൊക്കെ കഴിഞ്ഞു പോയ നാടാണ്, എന്നിട്ടൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, ഓരോട് ഇത് പറഞ്ഞിട്ടുണ്ടാവില്ല. അവിടെ പ്രശ്നം. മമ്മൂണിയുള്ളവർ പാപ്പയൊക്കെ ജീവിച്ചു പോയ, അബ്ദുൽ ഖാദർ ഫത്വരി റളിയല്ലാഹു അൻഹു ജീവിച്ചു പോയ നാടാണ്, എന്നിട്ട് ഓരോന്നും പറയാത്തപ്പം ഇന്നലെ പെയ്ത മയക്ക് ഇന്ന് മുളച്ച തവര. അന്ന് ഞാൻ ചെറിയ കുട്ടിയാണ്, ദർസ് തുടങ്ങിയ കാലത്ത് ഓലയുടെ ഓതി പഠിച്ച മൊജാരിറ്റിയാണ്. അപ്പൊ തന്നെ ഒരു ബഹുമാനം കുറയുമല്ലോ. അങ്ങനെ ആവുമ്പോ അങ്ങനെ ഏതായാലും വീട്ടില്ല. വിഷയ അവസാനം കിതാബിന്റെ ഇബാറത്ത് 4 മദ്ഹബിലും ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. 4 മദ്ഹബിലും ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല. അർത്ഥ ആളുകൾ തോല് വിറ്റ ഉദൂഹിയത്ത് നഷ്ടപ്പെടുന്ന, ഇറച്ചിന്റെ തോലിന്റെ മാത്രമല്ല ഉദൂഹിയത്ത് തന്നെ അല്ലാതാവും. അന്നെ കഴിഞ്ഞു ഖലാസ്. അപ്പൊ അതിന്റെ ശേഷം ആൾക്കാരെ നിർത്തി. അപ്പൊ മറ്റേ ആൾക്ക് നമ്മളോട് ഇറച്ചി കൊല്ലത്തിൽ നല്ലൊരു സംഖ്യ എത്തി, അത് പോയി തിങ്ങാനക്ക് ഞമ്മള് വേണ്ടെന്ന് ഓല് ഒന്ന് വാങ്ങിക്കോട്ടെ, തോലോരൊന്നും വാങ്ങിക്കോട്ടെ, അറക്കുന്നോലോട് നമുക്കൊരു വിരോധമില്ല. കാരണം എന്താണ്, ഈ വരുന്ന മാനേജറോ അല്ലെങ്കിൽ മാനേജർ അധികാരപ്പെടുത്തുന്ന ഒരാളോ വാങ്ങിക്കോട്ടെ. ഇവിടെയുള്ള എത്തിയും കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സർക്കാക്കി കളി തോല്, കുട്ടികൾക്ക് വേണ്ടി ഏറ്റെടുത്തോല്, കുട്ടിയുടെ വലിയ എന്നുള്ളവർക്ക് വെറ്റ് കാശെടുത്തോട്ടെ. നിങ്ങൾ വിറ്റിക്കാണ്ട് കാശ് അവിടെ കൊണ്ട് കൊടുക്കാൻ പറ്റില്ല, അതാ പറഞ്ഞതിന്റെ അർത്ഥം. അതിന്റെ കൈകാര്യകർത്താക്കള് എത്തിയും കുട്ടികളുടെ അല്ലെങ്കിൽ മിസ്കിൻ കുട്ടികളുടെ ഒക്കെ സ്ഥാപനങ്ങൾ നടത്താൻ അതിന്റെ കൈകാര്യകർത്താക്കൾ കുട്ടികൾക്ക് വേണ്ടി നമ്മളിരുന്നിട്ട് അത് ഏറ്റെടുക്കുക, കുട്ടികൾക്ക് എന്നുള്ളതൊക്കെ നമുക്ക് സബ് ചെയ്യാം. എന്നിട്ട് പിന്നെ കിട്ടിയ അവർ വിറ്റോട്ടെ, വിറ്റ കാശ് അവർ ഉപയോഗിച്ചോട്ടെ, അല്ലാതെ കുറുക്ക് മാർഗം ഇതിൽ നടക്കാൻ പോകുന്നതല്ലാതെ അർത്ഥം. അതിന്റെ പുറമെ ഞാൻ ചുരുക്കാൻ സമയം പെരുന്നാളിന്റെ അന്ന്, വലിയ പെരുന്നാളിന്റെ അന്ന്, ദുൽഹജ്ജ് 10 അന്ന് രാവിലെ സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് ആവുന്ന സമയം മുതൽക്കാണ് വഖത്ത് കടക്കുക. പക്ഷേ പെരുന്നാൾ ഖുതുബയും പെരുന്നാൾ നിസ്കാരവും കഴിഞ്ഞിട്ടാണ് അഫ്ളല്. പക്ഷേ 2 റക്അത്ത് നിസ്കരിക്കാൻ ആവശ്യമാവുന്ന സമയം അതിനെ പറയുന്നത്, നിസ്കാരം ഹലാലാവുന്ന വഖത്തുണ്ടല്ലോ 20 മിനിറ്റ് പറയുന്നത്, ആ സമയം കഴിഞ്ഞാൽ വഖത്തായി. അവിടെ കൊണ്ട് തുടങ്ങി അയ്യാമുത്ത് തശ്രീഖിന്റെ 3-ാം ദിവസം അഥവാ 11, 12, 13 13 മഗ്രിബായ വഖത്ത് ഖളായും ചെയ്ത് അതിന്റെ ഇടക്ക് ചെയ്യണം. അപ്പൊ സുന്നത്തായ ഉളുഹിയ്യത്താണെങ്കിൽ പിന്നെ ഖളാ വീട്ടുക എന്നൊരു പ്രശ്നം തന്നെ ഇല്ല. ഫറലായതാണെങ്കിൽ ഉളുഹിയ്യത്ത് ഖളാകും എങ്കിലും പിന്നെ അത് അർക്കൽ നിർബന്ധമാണ്, അപ്പൊ ഖളാ വീട്ടണം. അത് തന്നെയാണ് സുന്നത്തായ ഹദിയിന്റെയും വിധി. ഹജ്ജിന് പോകുമ്പോൾ നമ്മളെ വക ഒരു കുർബാനി ഇറക്കുക എന്നുള്ള എനിക്ക് പ്രത്യേകം ഇതൊന്നും ഉണ്ടായിട്ടില്ല, വുജൂബായതൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ഒരു ഹജ്ജിന്റെ പൂർത്തീകരണത്തിന് എന്നുള്ള എനിക്ക് ഒരു കുർബാനി ഇറക്കുക എന്ന് ഉദ്ദേശിച്ചു. അപ്പൊ നോക്കുമ്പോൾ പെരുന്നാളിന് ഭയങ്കര തിരക്കുമാണ്, ഭയങ്കര വലിയാണ്. അപ്പൊ ആരോ പറഞ്ഞ് അത് നമുക്കൊരു മെഹറാണ് പൗതി കഴിഞ്ഞാൽ തിരക്കൊക്കെ കൊയ്യും, അപ്പം വലിയും പാകണ്ട, അപ്പൊ ഇറക്കുക. അന്ന് ഞങ്ങളെ കുർബാനിയും പോയി. പിന്നെ അറുത്തിട്ട് അത് കുർബാനി ആവില്ല. അത് ഈ അയ്യാമത്തെ ശരീരത്തിന്റെ 3 ദിവസത്തിൽ തന്നെ ആവണം. പെരുന്നാളിന്റെ അന്ന് ഈ 4 ദിവസം അതിനുള്ളൂ. അയ്യാമത്തെ ശരീരത്തിന്റെ 13 അന്നും മഗ്രിബായി കഴിഞ്ഞാൽ ഖലാസ്, പിന്നെ അത് ഇല്ല. അതേസമയത്ത് നേരത്തെ വാങ്ങിവെച്ച മൃഗം തയ്യനാക്കിയിട്ടുണ്ട്, ഇത് കുർബാനി ഇറക്കാനാണെന്ന് പറഞ്ഞ് നിർണയിച്ച് തയ്യനാക്കി കഴിഞ്ഞാൽ അത് വുജൂബാവും. വുജൂബായത് ഖളാ ആയാലും പിന്നെ അറക്കണം മാത്രം, പക്ഷേ അതിന്റെ മഹത്വം നഷ്ടപ്പെട്ടു പോകും. അപ്പൊ സമയം വഖത്ത് പരിഗണിക്കേണ്ടതാണ്. അതോടുകൂടി പിന്നെ സുന്നത്തായ 1-2 കാര്യങ്ങളോട് പറഞ്ഞ് ഞാൻ നിർത്താൻ. ഉളുഹിയ്യത്ത് ഇറക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് മാസം പറഞ്ഞാൽ പിന്നെ നഖം, മുടി എന്നിവ നീക്കാതിരിക്കൽ സുന്നത്താണ്. അഥവാ നീക്കിയാൽ ഹറാമൊന്നുമില്ല, ഉദൂഹിയത്ത് നഷ്ടപ്പെടൂല. എങ്കിലും നഖം മുറിക്കാതെ മുടി നീക്കാതെ 1 മുതൽക്ക് നിൽക്കുകയും അറുത്തതിന്റെ ശേഷം മുടി നീക്കുകയും ചെയ്യലാണ് സുന്നത്ത്. നഖം മുറിക്കലും ഒക്കെ അറുത്തതിന്റെ ശേഷമാണ് സുന്നത്ത്.
പിന്നെ അറിവിന്റെ ചില കാര്യങ്ങൾ, അത് അറിവ് മൊത്തം വിശദമായിട്ട് പറയുന്ന അറിവിനെ പറ്റി ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് ഒരിക്കലും ഒരു ക്ലാസ് അറിവിനെ പറ്റിയും വേട്ടയെ പറ്റിയിട്ടുണ്ട്. അവിടെ കൂടുതൽ വിശദീകരിക്കുമ്പോൾ ഉദൂഹിയത്ത് എന്നൽക്ക് വളരെ പ്രധാനപ്പെട്ട എന്റെ ധാരണയിൽ ഓർമ്മയിൽ വന്ന കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ഒരു 5 മിനിറ്റ് സമയം എന്തെങ്കിലും പ്രധാനപ്പെട്ട സംശയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടതുണ്ടെങ്കിൽ ചോദിക്കാൻ, എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. ഉദൂഹിയത്ത് എന്ന് പറയുന്നതും അഖീഖത്ത് എന്ന് പറയുന്നതും ഇബാദത്തിന്റെ ഭാഗം ആയതുകൊണ്ട് അത് മുസ്ലിമീങ്ങൾക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. കിട്ടിയവർ വേവിച്ചിട്ട് ഭക്ഷിക്കുന്ന കൂട്ടത്തിൽ പോലും അമുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പാടുള്ളതല്ല. അത്യാവശ്യമുള്ള നമ്മളുമായിട്ട് വളരെ അടുപ്പുള്ള അയൽവാസികളോ സുഹൃത്തുക്കളോ ഒക്കെ ആയ അമുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ അവരെ പരിഗണിച്ച് ഉദൂഹിയത്തിൽ പെടാത്ത മറ്റ് മാംസം അവർക്ക് വാങ്ങിക്കൊടുക്കുകയോ അതല്ലെങ്കിൽ ഇതിൽ തന്നെ ഒരു നിശ്ചിത വിഹിതം ഉദൂഹിയത്ത് അല്ലാതെ മാറ്റിവെച്ച് അതിൽ നിന്നിട്ട് കൊടുക്കുകയോ ചെയ്യേണ്ടതാണ്. ഉദൂഹിയത്ത് അവർക്ക് നേരിട്ട് കൊടുക്കാൻ പാടില്ല. കിട്ടിയവർ അതിൽ നിന്നിട്ട് ഭക്ഷണമായി പോലും അമുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പാടുള്ളതല്ല, ഹറാമാവുന്നു. മാംസം സുന്നത്തായത് അറവാണെങ്കിൽ നാട്ടിൽ സാധുക്കളായ സക്കാത്ത് വാങ്ങാൻ പറ്റുന്ന ഫക്കീറന്മാര് മിസ്കിന്മാര് പോലത്തവർക്ക് കുറച്ചെങ്കിലും കൊടുക്കൽ നിർബന്ധമാണ്. അതോടുകൂടി ഒരു വീതം അയൽവാസികളോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ പോലെയുള്ള കഴിവുള്ളവർക്ക് ഹദിയായും കൊടുക്കുക. അതുപോലെ തന്നെ സാധുക്കൾക്ക് സദക്കയായും കൊടുക്കുക. സ്വന്തം കുടുംബത്തിന് ബർക്കത്തിന് വേണ്ടി കുറച്ചെടുക്കുകയും ചെയ്യുക. ഇതാണ് സുന്നത്തായ വലിയാണെങ്കിൽ. വുജൂബായതാണെങ്കിൽ സ്വന്തം കുടുംബത്തിനും എടുക്കാം. കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെലവ് കൊടുക്കണ്ടേ, നമ്മൾ ചെലവ് കൊടുക്കേണ്ടവർക്കും അവർ എടുക്കാൻ പാടില്ല. കഴിവുള്ളവർക്കും കൊടുക്കാൻ പാടില്ല. സക്കാത്ത് വാങ്ങാൻ പറ്റുന്ന ഫക്കീറന്മാര് മിസ്കീന്മാര് കടം കൊണ്ട് വലഞ്ഞവര് പോലെയുള്ള ഈ സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ടവർക്ക് തന്നെ കൊടുക്കൽ നിർബന്ധം വുജൂബായതാണെങ്കിൽ. നിശ്ചിത ഒരു മൃഗത്തെ നേർച്ചയാക്കിയാൽ അത് ഐബായാലും ഈ സമയത്ത് തന്നെ അറുക്കേണ്ടതാണ്. അതിന് വേറൊന്നും കൊടുക്കേണ്ടതില്ല. ചത്തുപോയാൽ അതിന് പകരം കൊടുക്കേണ്ടതുമില്ല. അതേ സമയത്ത് ഒരു ആടിനെ അറുക്കാൻ ഞാൻ നേർച്ചയാക്കി എന്നാണ്, അല്ലെങ്കിൽ ഒരു മൂരിക്കുട്ടനെ അറുക്കാൻ നേർച്ചയാക്കി എന്നാണ്, അല്ലെങ്കിൽ ഒരു പോത്തിനെ അറുക്കാൻ നേർച്ചയാക്കി എന്നാണ് നേർച്ചയാക്കിയത്. എന്നിട്ട് നമ്മളൊരു പോത്തിനെ വാങ്ങിയിരുന്നു അതിനെന്ന് കരുതിയിട്ട് അതിനെന്തോ ആയിപ്പോയാൽ അത് മതിയാവൂല, നേർച്ച വിടൂല. അത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു മൃഗത്തെ നിർണയിച്ച് ഈ മൃഗത്തെ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വെച്ചിട്ട് അയിബായാലും പ്രശ്നമില്ല, ഉദൂഹിയത്തിന്റെ സമയത്ത് തന്നെ അറക്കണം. ഉദൂഹിയത്താവില്ല വേറെ വിഷയം. പക്ഷെ നേർച്ച അതിനാക്കിയതായതുകൊണ്ട് അതിന്റെ സമയത്തിന് ഇറക്കുക. അതേ സമയത്ത് നിർണയിച്ചിട്ടില്ല, അല്ലെങ്കിൽ ചത്തുപോയി, ഈ നിർണയിച്ച മൃഗമാണ് ചത്തുപോയതെങ്കിൽ അതിന് വേറെ പകരം വാങ്ങി ഇറക്കേണ്ടതുമില്ല. നിർണയിക്കാതെ ഒരു മൂരിനെ, ഒരു ആടിനെ, ഒരു പോത്തിനെ ഉദൂഹിയത്ത് ഇറക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി നമ്മൾ വാങ്ങിയൊന്നിനെ നിർണയിച്ചും ചെയ്തു, പിന്നെ അതിന് ഐബ് വന്നാൽ അത് മതിയാവില്ല, വേറെ ഐബില്ലാത്ത തന്നെ വാങ്ങി ഇറക്കണം. അത് ചത്തുപോയാൽ അത് മതിയാവില്ല, വേറെ ഒന്നും. അങ്ങനെ അപ്പൊ നേർച്ചയാക്കിയത് എങ്ങനെയാണ് എന്നാ നോക്കേണ്ടത്. ആ ഒരു നിശ്ചിത മൃഗത്തിനെ അതിനാണ് നേർച്ചയാക്കിയെങ്കിൽ അതിനനുസരിച്ച് നോക്കിയാൽ മതി. അതേ സമയത്ത് ഇവന്റെ ദിമ്മത്തിൽ ഞാൻ ഇന്നതൊന്ന് ചെയ്യാൻ എന്നാണെങ്കിൽ ഷർത്തൊത്തത് തന്നെ സമയത്ത് ചെയ്യണം. പെരുന്നാളിന്റെ അന്നത്തെ ഒരു ദിവസം, അയ്യാമു തശ്രീഖിന്റെ 3 ദിവസം, അങ്ങനെ 4 ദിവസമുണ്ട്. അയ്യാമു തശ്രീഖിന്റെ അവസാന ദിവസം മഗ്‌രിബിന്റെ മുമ്പ് കഴിഞ്ഞിരിക്കണം. വാജിബായ വഖ്ത് ഖളായി. അതിന് മുമ്പ് 4 ദിവസമുണ്ട്. നമ്മൾ വിൽക്കാനേ പാടില്ല. സദക്ക ചെയ്യല്ല, അതിയ എന്തായാലും വിറ്റ അതിന്റെ ഉദൂഹിയത്തോട് പോയി പിന്നെ നമ്മൾ ഇറച്ചിപ്പോത്തായി. ഇറച്ചി സദക്ക ഇതൊരു കൂലി കിട്ടും. ഉദൂഹിയത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഓരോ രോമത്തിനു കണ്ട് ദോഷം പൊറുക്കപ്പെടുകയും രക്തം ഭൂമിയിൽ ഉറ്റുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പറഞ്ഞ മഹത്വമൊക്കെ ഉദൂഹിയത്തിനാണ്. ആ ഉദൂഹിയത്ത് എന്ന മഹത്വം കിട്ടാൻ അതേ നിയ്യത്തോടുകൂടി അറുത്ത്, പക്ഷെ തോല് നമ്മൾ വിറ്റ് കാശ് സദഖ ചെയ്താൽ ഖലാസ് അത് നഷ്ടപ്പെട്ടു. നമ്മൾ ഇത്രയും കിലോ ഇറച്ചി സദഖ ചെയ്ത കൂലിയെ ഇനി കിട്ടുള്ളൂ, ഉദൂഹിയത്തായിട്ടില്ല. നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വുജൂബനെ വേണ്ടിയിട്ടില്ല, വേറെ ഇറത്തേ പറ്റൂ. സാധനം കൊടുക്കുക, കിട്ടിയോല് വിറ്റോട്ടെ, അതിന് വേണ്ടില്ല. കൊടുത്ത് കിട്ടിയ അവകാശികൾ കിട്ടിയോര് അവര് വിറ്റോട്ടെ. ഇയാള് വിറ്റ് കണ്ട് സദഖ വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിച്ചു, അതനുസരിച്ച് മറ്റേ ആള് വക്കീലാണ്, വക്കീൽ കൊണ്ടുപോയി സാധനം വിറ്റു, കാശ് സദഖ ചെയ്തു. പക്ഷെ ഇറച്ചി സദഖ ചെയ്ത കൂലിയും കിട്ടും, കാശ് സദഖ ചെയ്ത കൂലിയും കിട്ടും. നിങ്ങളുടെ ഉദൂഹിയത്ത് വേറെ ഇറക്കേണ്ടി വരും. നിങ്ങൾ ഒരു ചിരുത്താളി കാര്യം അറിയാം, അതിന് കേടില്ല. അതിന് കേടില്ല. ഓല് ഈ പണിക്ക് വരുന്നവരൊക്കെ അധികമൊക്കെ വാങ്ങാൻ അർഹതപ്പെട്ട സാധുക്കളെ കയറും. അല്ലാത്ത ഈ ഇറച്ചിമ പണിയെടുക്കാൻ അധികം വരൂല, അത് സാധുക്കളെ കയറും. ഓൽക്ക് കൊടുത്താൽ അതിന് കേടില്ല, പക്ഷെ കൂലികൾ വേറെ കൊടുക്കണം. ഇത് നമ്മൾ അതിനാണ് നമ്മക്കിത് ആകെ
നല്ല വിലയുള്ള സമയത്ത് നല്ല പോത്തും തോലിനൊക്കെ 700, 750, 800 കിട്ടും ഇത് കിലോ നോക്കുമ്പോ. അപ്പോ സാധാരണ 250 റുപ്യ പണിക്കൂലി ഇട്ടണോ 100 റുപ്യ കൂലി കൊടുത്തെന്ന് പറയിപ്പിച്ചാൻ വേണ്ടിട്ട് 100 റുപ്യ കൂലിയും കൊടുത്ത് തോലിങ്ങൾ എടുത്തോളിയാ. അപ്പൊ പറ്റൂല, ആദ്യം ഒരു വെളും പറ്റൂല. കൂലി സാധാരണ ഉജറത്ത് മിസിൽ ഓർക്ക് കൂലിയാണ് കൊടുക്കണം. കൂലി കൊടുത്തതിന് ശേഷം നിങ്ങൾ തോലി എടുത്തോളി, നിങ്ങൾ വിറ്റ് ഒരിച്ചെടുത്തോളി അറിഞ്ഞു, അതാ ഒരു പ്രശ്നമില്ല. ഇത് പലയിടത്തും ചെയ്യുന്നുണ്ട്, പക്ഷെ അത് പറഞ്ഞേ പറ്റൂ.